والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹ സമ്പന്നനായ ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിന്റെ അധ്യക്ഷതയെ, ആദരണീയനായ നിങ്ങൾക്ക് പരിചയമുള്ള ഞാനിപ്പോൾ പരിചയപ്പെട്ട ഡിവൈഎസ്പി റസ്റ്റം സാർ അവർകളെ, സ്വാമിജി വിശാലാനന്ദ സ്വാമിജി അവർകളെ, ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൽ വളരെ സാഗൂതം, സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി ഈ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുള്ള നല്ലവരായ, വ്യത്യസ്ത മതങ്ങളിലും ഇനി മതമില്ലാത്ത ചിന്തയുമായും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രപഞ്ചനാഥന്റെ ദാസന്മാരെ, ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ്. നിങ്ങൾക്കറിയാം, ധൃതരാഷ്ട്രർ സഞ്ജയനെ മഹാഭാരത യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന രംഗം നിങ്ങൾക്കറിയാം. അവിടെ നടക്കുന്നതെല്ലാം ആ യുദ്ധം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ വിശദീകരിച്ചു കൊടുക്കാനാണ് സഞ്ജയനെ അയച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന രംഗം പ്രസിദ്ധമാണ്. ഇവിടെ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വാചകം ശുമേ പരം വജ, അർജുന, ഞാൻ പറയുന്ന കാര്യങ്ങളെ നീ ശ്രദ്ധിച്ച് കേൾക്കണം. 18 അധ്യായം അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞത് തൊണ്ടതറാതെ വിഴുങ്ങാൻ ഞാൻ നിന്നോട് പറയുന്നില്ല, വിമർശനാത്മകമായി നീ അതിനെ നോക്കിക്കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രീരാമനെ കാട്ടിലയച്ചു. ചിത്രകൂടത്തിൽ വരുമ്പോ ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു, വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, അച്ഛനെ കൊല്ലും എന്നൊക്കെ നീ പറഞ്ഞല്ലോ. കാമവിവശനായ എന്റെ അച്ഛൻ ശ്രീരാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ എന്നാണ് ചോദ്യം. എന്റെ അരയിൽ തൂക്കിയിരിക്കുന്ന വാള് അലങ്കാരത്തിനുള്ളതല്ല, അവനായിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനല്ല, ഞാൻ എന്റെ അച്ഛനെ കൊല്ലും എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോ ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ചോദിച്ചു, നീ ആരെപ്പറ്റിയാ പറഞ്ഞത്? അകാരണമായി ഒന്നിനെയും കൊല്ലരുത്, സംസാരനാശിനി ആയത് വിദ്യയും സംസാരകാരിണി ആയത് അവിദ്യയുമാണ്. കൊല്ലും നശിപ്പിക്കുമെന്നൊക്കെ നീ പറഞ്ഞല്ലോ, അത് അറിവില്ലായ്മയാണ്. നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും പറയുമായിരുന്നില്ല. അധികാരമല്ല പ്രധാനം, ധർമ്മമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായി സുമോർക്ക നീ. ഈ ഭോഗസുഖങ്ങളെല്ലാം നശിച്ചു പോകുന്ന മിന്നൽ പിണർ പോലെയാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നപ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്?
18 അധ്യായമുള്ള ഭഗവത്ഗീത ഉണ്ടാകുന്നത് ഭീഷ്മപർവം 25-ാം അധ്യായമാണ്. അത് മുതൽ 42 വരെയുള്ള അധ്യായം, അതാണ് 18 അധ്യായം. ആ 18 അധ്യായം ഉണ്ടായത് അർജുനനോടൊരു വാചകം പറഞ്ഞിട്ടാണ്. അർജുന, ഞാൻ പറയണത് നീ ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാനനായ ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനനായ ഫാദർ സാമുവൽ പാറവിള ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ സെമിറ്റിക് മതങ്ങളൊക്കെ അംഗീകരിക്കുന്നു. മോസസ് പ്രവാചകൻ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം തുരിസീന പർവ്വതത്തിലെത്തി. ആ പർവ്വതത്തിലെത്തിയപ്പോ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞ വാചകം, മൂസ, നിനക്ക് ദിവ്യബോധനം നൽകാൻ പോവുകയാണ്, ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. സ്വാമി വിവേകാനന്ദനെ സ്വാമിജി ഉദ്ധരിക്കുകയുണ്ടായി. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യമാണ്. വായിച്ചു തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടതിൽ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പഠിച്ചവർ കുറവാണ് നമ്മുടെ നാട്. പഠിപ്പില്ലായ്മയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം. അറിവില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ തുടക്കത്തിൽ ഇത് പറയുന്നത്, എന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഇത്രയും ഇനിയും നിങ്ങൾ തുറന്നു കേൾക്കുക. ഇവിടെ എല്ലാ പ്രസംഗങ്ങളെയും ഞാനും സാബൂതം കേൾക്കുകയായിരുന്നു. എനിക്ക് ഹെഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ കടലാസിൽ കുറിക്കുകയായിരുന്നു. അതെന്റെ മനസ്സാകുന്ന ഫയലുകളിലേക്കാണ്, അതെന്റെ മനസ്സിലേക്കാണ് അത് ഫയലായി രൂപപ്പെടുന്നത്. ദയവ് ചെയ്ത് പരമാവധി നിങ്ങൾ മൊബൈലും സൈലന്റ് ആക്കി വെക്കണം. സംഗീത കച്ചേരി അല്ല ഇത്, അല്ല ഇത്. വാദ്യോപകരണങ്ങളുടെ ബഹളമല്ല ഇത്. ശാന്തമായി ചിന്തിച്ച് കേൾക്കുന്നിടത്തെ, നേരത്തെ പറഞ്ഞുവല്ലോ, ശ്രീനാരായണ ഗുരു ചോദിച്ച ചോദ്യം അത്ഭുതകരമല്ലേ? ലോകത്ത് എത്ര പ്രബന്ധം എഴുതിയാലും തീരാത്തതല്ലേ? ഏത് ദിക്കിൽ നിന്നാണ് ഞാൻ വായു ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഏത് ജാതിക്കാരന്റെ വായിലൂടെ പോയ മൂക്കിലൂടെ കടന്ന ഉച്ഛ്വാസവായുവിനെയാണ് ഞാൻ ശ്വസിച്ചെടുക്കേണ്ടത്? താഴ്ന്ന ജാതിക്കാരന് സെപ്പറേറ്റ് വായുണ്ടോ? അപാരമായൊരു ചിന്തയാണല്ലേ ഇത്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. സമ്പൂർണമായി ഇസ്ലാമിനെ സ്വീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇസ്ലാമിലൂടെ ഞാൻ അറിഞ്ഞ സത്യങ്ങളെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കൽ മാനവ സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സർവാധിനാഥനായ ലോകത്തിന്റെ നാഥൻ, നമ്മയൊക്കെ നിയന്ത്രിക്കുന്ന സർവശക്തൻ നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നൽകുമാറാകട്ടെ. ഒരു കാര്യമുണ്ട്, എന്തിന് ക്ഷേത്രത്തിൽ ഒരു മാനവ സൗഹാർദ്ദ സമ്മേളനം വെക്കണം? എന്തിന് സ്വാമിജി വരണം? എന്തിന് ഫാദർ വരണം? എന്തിന് താടി നീട്ടി ജുബ്ബയിട്ട് ഞാൻ എന്തിനിങ്ങോട്ട് വരണം? നമുക്ക് ചോദിക്കാം, എന്തിനു വരണം? എന്നും അകന്നു നിൽക്കാനാണല്ലേ നമുക്ക് ആഗ്രഹം? ഒരു വേദിയിൽ ഇരിക്കാൻ നമുക്ക് ആഗ്രഹമില്ല അല്ലേ? നമ്മുടെ വേദി, നിങ്ങൾ ആലോചിച്ചു, ഒരു വലിയ വിശാലമായ പൂന്തോട്ടം, അതിൽ പന്നീർ പുഷ്പം മാത്രമേ ഉള്ളൂ, അതും ഒരേ ടൈപ്പ്. ചെമ്പരിച്ചികൾ ഒരുപാടുണ്ട്, വ്യത്യസ്ത കളറുകൾ, എന്തൊരു മനോഹരമാണ്. ഒരു തോട്ടത്തിൽ ഒരേ ചെടി, ഒന്നില്ല. ആ തോട്ടത്തിന് എന്ത് മനോഹാരിതയുള്ളത്. ഈ രാജ്യം, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ചെന്ന് പറഞ്ഞു, അരയാലില പോലെ അവരെ സ്പന്ദനം ചെയ്ത ജനതയെ നോക്കി പറഞ്ഞു. 30 വയസ്സായിരുന്നു അന്ന് വിവേകാനന്ദന്. ഇന്ത്യയെ പ്രതികരിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തുന്നത്. അത് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് 50ൽ 45 മാർക്ക് മലയാളത്തിൽ നേടിയതാണ്. അന്ന് അക്കാലത്ത് ഇഷ്ടമായിരുന്നു വായിക്കാനും പഠിക്കാനും അറിയാനും. കിട്ടിയതെന്തിലും അബ്രഹാം ലിങ്കന്റെ കയ്യിൽ കിട്ടുന്ന പേപ്പർ വായിച്ച് പ്രസിഡന്റായ പോലെ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവിൽ നിന്ന് വിവേകാനന്ദൻ അമേരിക്കയിൽ ചെല്ലുമ്പോ ആളുകൾ കളിയാക്കി. അമേരിക്കക്കാര് കൂട്ടുസൂട്ടുട്ട സായിപ്പ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ കളിയാക്കിയത്. കാശായ വസ്ത്രം ധരിച്ച് തല മുണ്ടനം ചെയ്ത് ഒരു 30കാരൻ എന്നാണ് അവരുടെ മനസ്സ്. അവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു സ്വാമിജി. സ്വാമി വിവേകാനന്ദന്റെ ഊഴമായപ്പോ
ആ ജനത ഇങ്ങനെ ഒരു പ്രത്യേകമായ അദ്ദേഹത്തെ പരിഹാസത്തോടുകൂടി നോക്കിക്കണ്ടപ്പോ വിവേകാനന്ദൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ, എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറയാൻ സാധിച്ചു? വെറുതെ പറഞ്ഞ കാര്യമല്ല അത്. ബാന്ധവാ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവ മാനവ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്കൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരു കുടുംബത്തിലെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ് നിങ്ങൾ. അത് പഠിപ്പിക്കപ്പെട്ട നാടാ നമ്മുടെ നാട്. നീ വേറെ, ഞങ്ങൾ വേറെ. നീ ഇവിടെ വരണ്ട, നീ അങ്ങോട്ട് പോണ്ട, നമ്മൾ മാത്രം. അതല്ല, നമ്മളെല്ലാവരും നമുക്കൊന്നാകണമെന്ന ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കും, അകന്നകന്ന് ഏറ്റവും കൂടുതൽ അടുത്ത ആ ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമ സങ്കല്പമുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അമേരിക്കയിലെ ഏതെങ്കിലും ഒരു പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമുക്കിവിടെ അറിയാം, നമ്മളിവിടെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സകലെയാണ്. തൊട്ട അയൽവാസി അമേരിക്കയിലല്ല, കയ്യെത്തുന്ന ദൂരത്താണ് അവന്റെ ജനൽ. പക്ഷെ അവൻ അറിയില്ല നമുക്ക് എന്തുകൊണ്ട് സംഭവിച്ചു. ഞാൻ നിങ്ങളെ ഈ വിഷയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ സിനിമ കാണാറുണ്ട്, നമ്മൾ സംഗീതം ആലപിക്കാറുണ്ട്. എം ജെ യേശുദാസിനെ ഇവിടെ ഉദ്ധരിച്ചു. യേശുദാസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മടുത്തു, എന്റെ സംഗീത ജീവിതം ലോകത്തിനൊന്നും നൽകിയില്ലെന്ന് തിരിച്ചറിവാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്റെ പാട്ട് കേട്ട ഒരാളെ മദ്യപാനം നിർത്തിയോ? എന്റെ പാട്ട് കേട്ട ഒരാളെ വ്യഭിചാരം നിർത്തിയോ? എനിക്ക് കണ്ണ് തന്നിട്ട് ലോകത്ത് നടക്കുന്ന തിന്മകളെ കാണാനാവാത്ത ഒരു പാട്ടുകാരനാകാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ വാനപ്രസ്ഥത്തിന് പോകും. തിരിച്ചറിവാണ് മനുഷ്യന്. 75 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പറഞ്ഞൊരു വളരെ പ്രധാനമായ, ചിക്കാഗോയിൽ അനവധി സ്വീകരണങ്ങൾ കിട്ടി സ്വാമിജിക്ക്. അതിലദ്ദേഹം പറഞ്ഞു ഒരു വാചകം, ഞാൻ വരുന്ന നാട് ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെപ്പോലെ, ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ, വിവിധ മതങ്ങളും വിവിധ ദർശനങ്ങളും വിവിധ തത്വങ്ങളും ഒന്നിച്ചു ചേർന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. നമ്മുടെ രാജ്യം, നമ്മൾ ഓരോരുത്തരുടെ അമ്മമാരുണ്ട്, എന്റെ പെങ്ങന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഒരു മതത്തിന്റെ പ്രഭാഷണം വേറൊരാൾ കേൾക്കില്ലേ? അവിടെ ക്ഷേത്രത്തിലെ ഉത്സവം സ്വാമിജി പ്രസംഗിക്കുന്നു, കേട്ടുകൂടെ? നമുക്ക് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ഒരു മൗലവി പ്രസംഗിക്കുന്നു, എന്താണ് അയാൾക്ക് പറയാനുള്ളത്? കേൾക്കണ്ടേ ലോകം? ഇതാ വിശുദ്ധ ഖുർആൻ, ഇതാ വായിച്ചു നോക്കൂ, ഇതിലെവിടെയാണ് ന്യൂനത? നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങൾ തിരുത്താൻ സന്നദ്ധമാണ്. ഇതാ ഞങ്ങളുടെ കയ്യിൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ചതുർവേദം, ഇതാ 108 ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശുപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതോപനിഷത്ത്, ഇതെല്ലാം ഇതാ ഞങ്ങളുടെ കൈകളിൽ. ശ്രുതികൾ, സ്മൃതികൾ, വായിച്ചു നോക്കൂ, പഠിക്കൂ, മനസ്സിലാക്കൂ. വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അറിവ് എന്നാണ്. അറിവ്, എന്തിനെക്കുറിച്ചുള്ള അറിവ്? വളരെ പ്രധാനമാണ്. H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും. A² AB + B², മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറിയും ഇതെല്ലാം പഠിക്കാം നമുക്ക്. പക്ഷെ വേദം പഠിപ്പിക്കുന്നത് ഇതാണോ? 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടാവുന്നതാണോ? മനുഷ്യൻ ആരാണ് എന്ന തിരിച്ചറിവ് നൽകുകയാണ്. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ ആരല്ല, മനന സ്വഭാവമുള്ളവൻ മനുഷ്യൻ, ചിന്താഗുണമുള്ളവൻ മനുഷ്യൻ, കാര്യങ്ങളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ. ഈ ഭൂമുഖത്ത് മനുഷ്യൻ വന്നിട്ട് എത്രയേ? ഇത് പ്രപഞ്ചോൽപ്പത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് CH കുഞ്ഞികൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന സയൻസ് വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പിക്ചറും ഫോൺ നമ്പറും ഒക്കെ ഇതിലുണ്ട്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, ഭൂമിയിൽ മനുഷ്യർ പിറന്നു വീണിട്ട് 1,00,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ശരി, അതിനു മുമ്പ്, ഈ ഭൂമിയിൽ മനുഷ്യൻ പിറക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ടോ? പരിശോധിക്കാം നമുക്ക്. സൂര്യനും
സൗരയുധവും രൂപപ്പെട്ടിട്ട് 5 ബില്യൺ വർഷങ്ങളായി. നമ്മുടെ ഭൂമി അതിലെ ജലാശയങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ട് 1 ബില്യൺ വർഷങ്ങളായി. ശരി, മനുഷ്യനോ അന്നില്ല. മനുഷ്യനില്ലാത്ത കാലത്ത് ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്. സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി പ്രപഞ്ചത്തിലെ ഹരിതാപമായ വസ്തുതകളെ നമുക്ക് കാണാം. ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിക്കുന്ന പ്രപഞ്ചത്തിലെ അനന്ത പരകോടി ജീവജാലങ്ങളെ. അതിനൊക്കെ ശേഷം മനുഷ്യനെ ഈ ഭൂമുഖത്ത് വന്നു. മനുഷ്യൻ വരുന്നതിന് മുമ്പ് പന്നീർ പുഷ്പം വിടർന്നു. പക്ഷെ ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീയത്രേ എന്ന് പറയാൻ കുമാരനാശാൻ ഉണ്ടായിരുന്നില്ല. വെള്ളത്തോളം നാരായണമേനോൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. കവികളില്ല, ഋഷീശ്വരന്മാരില്ല, മാമുനിവര്യന്മാരില്ല, ദേവാലയങ്ങളില്ല, ആരാധനാലയങ്ങളില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് സയൻസ്, അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് മതഗ്രന്ഥം. മനുഷ്യനില്ലാത്ത കാലം. ബാലനോട്, ഭാസ്കരനോട്, സുരേന്ദ്രനോട്, വേദിയിലിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ബഹുമാന്യനായ ആദരണീയനായ റസ്റ്റം സാറോട്, സ്വാമിജിയോട്, ഫാദറിനോട്, എന്നോട്, നമ്മളോട്, നമ്മളിൽ ഓരോരുത്തരോട്, 125 കോടി ഇന്ത്യൻ ജനങ്ങളോട് അല്ല, ലോകത്തിലെ 714 കോടി മനുഷ്യരോട് ഒരേ സ്വരത്തിൽ നമുക്ക് ചോദിക്കാം, നമ്മളൊക്കെ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നുവല്ലോ, ചന്ദ്രന് നിലാവലകൾ ഉണ്ടായിരുന്നുവല്ലോ, ആകാശഭൂമികൾ നിലനിന്നിരുന്നുവല്ലോ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുവല്ലോ, രാവും പകലും മാറി മാറി വന്നിരുന്നുവല്ലോ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. ആരാണ് അതിനെ നിയന്ത്രിച്ചത്? അപാരമായൊരു ചോദ്യമാണ്. ബല സുരേന്ദ്ര, നീ ഞാനും അകന്നുപോയത് വ്യത്യസ്ത ദൈവവിശ്വാസത്തിന്റെ പേരിലാണ്. എന്റെ ദൈവം മഹത്വമാർന്ന ദൈവം, നിന്റെ ദൈവം മോശം. ഇത് മനുഷ്യനെ ഭിന്നിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സ്വാമിജി പറഞ്ഞൊരു വാക്കെന്നെ വല്ലാതെ ആകർഷിക്കുകയും അതോടൊപ്പം നമ്മൾ ഒന്നിച്ച് വേദനിക്കുകയും ചെയ്യുന്നു. എന്താ അത്? മതസൗഹാർദ്ദത്തെ പറ്റിയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കും. ഒരു കമ്മ്യൂണൽ റയോട്ട് നടന്നാൽ രാഷ്ട്രീയക്കാരും മതക്കാരും ഒക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും ആ സദസ്സ് തൽക്കാലം എല്ലാവരും കേൾക്കും. വീണ്ടും നമ്മുടെ മനസ്സ് പഴയതുപോലെയാണ്, കുളത്തിലെ ചമ്മി നീക്കിയതുപോലെ. അപാരമാണ് ആ ചിന്ത. പക്ഷേ ആത്യന്തികമായി സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം, ഒന്നിച്ചൊരുമയോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ ടെക്നോളജികളും ഡെവലപ്പ് ചെയ്ത് ഈ കാലത്തും ഇതൊന്നുമില്ലാത്ത കാലത്ത് ഗാന്ധിജി, ബാലഗംഗാധര തിലക്, വല്ലഭായ് പട്ടേൽ, ആസാദ്, അബുൽ കലാം ആസാദ്, അൻസാരി, അൽ മദനി ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയ ഭക്ഷണം ഗാന്ധിജിക്ക് ഹൃദ്യമായിരുന്നു. ഗാന്ധിജി പറയുമായിരുന്നു, എനിക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ തരുന്ന ഭക്ഷണം അമൃതാണ്, ഞാനത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. സ്നേഹമായിരുന്നു. അവർ വ്യത്യസ്ത മതത്തിൽ ജീവിച്ചവരായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ഞാൻ മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷൻ വായിച്ച് കേൾപ്പിച്ചു തരാം, ഒരു വാചകം വായിച്ച് കേൾപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. മഹാത്മാഗാന്ധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ മഹാനാണ്. മഹാത്മാഗാന്ധി ജീവിതത്തിൽ പറഞ്ഞ ഒരു വാചകം വളരെ സവിശേഷമാണ്. എന്താണ് മഹാത്മാഗാന്ധി അവിടെ പറഞ്ഞത്? മഹാത്മാഗാന്ധി പറയുന്നത്, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവായി എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കതിന് പറയാനുള്ള യങ് ഇന്ത്യയിൽ 1927 ഒക്ടോബർ 20 മഹാത്മാഗാന്ധി ഇത് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവായത്? ഗാന്ധിജി പറയുന്ന വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കൽപ്പിക്കുകയാണ്. എന്റെ വാചകമായ ഒരു അക്ഷരവും വരരുത് എന്ന സത്യസന്ധതയോടെ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതിനാലും പാരമ്പര്യത്തിന്റെ സ്വാധീനത്തിൽ വിശ്വസിക്കുന്നതിനാലും ഞാനൊരു ഹിന്ദുവായി തീർന്നു. എന്റെ ആധ്യാത്മിക വളർച്ചയുമായോ ധാർമ്മിക ബോധവുമായോ അതെപ്പോൾ പൊരുത്തപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നിയോ, എന്നെ നല്ലൊരു പൗരനാക്കുന്നതിൽ എന്റെ മതം പരാജയപ്പെട്ടാൽ, എന്നെ നല്ലത് ചിന്തിക്കുന്നതിൽ നിന്ന് എന്റെ മതം എന്നെ തടഞ്ഞാൽ, ഞാൻ ഹിന്ദു മതം ഉപേക്ഷിക്കും, ഞാൻ ത്യജിക്കും. നമുക്ക് ആലോചിക്കാവുന്ന ചിന്തയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഗാന്ധിജി ചിന്തിച്ച അപാരമായ ചിന്തകളാണ് ഞാൻ പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശാന്തിയിലും
സൗഹാർദ്ദത്തിലും ഒരുമയോടെ ജീവിക്കാൻ പഠിക്കണം. അത് പഠിക്കേണ്ടതാണ്, ശരിക്കും പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് അപാരമാണ്. അല്ലെങ്കിൽ അതിനായുള്ള ശ്രമത്തിൽ ഞാൻ ജീവൻ വെടിയേണ്ടി വരും, എനിക്ക് മരിക്കേണ്ടി വരും. ഗാന്ധിജിക്ക് അത് സംഭവിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഏത് മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവരെ ആദരിക്കാൻ നമുക്ക് കഴിയുമോ? ബഹുമാനിക്കാൻ കഴിയുമോ? അത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ചിന്ത, നമ്മൾ ഈ നാട്ടിൽ, എന്റെ വീട് നിലനിൽക്കുന്ന സ്ഥലം അനവധി ക്ഷേത്ര സമുച്ചയങ്ങളുള്ള ഒരു നാട്ടിലാണ്. ഞാൻ ഇന്നലെ എന്റെ നാട്ടിലായിരുന്നു, ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലായിരുന്നു. അവിടെ നിങ്ങൾ കേട്ട ഒരു സ്വാമിജിയുണ്ട്, സ്വാമി ചിദാനന്ദപുരി. അദ്ദേഹം വർഷങ്ങളായി ഞങ്ങളുടെ നാട്ടിൽ ക്ലാസ് എടുക്കുന്നു. മുസ്ലിമീങ്ങളെയും ക്ഷണിക്കും, ക്രിസ്ത്യാനികളെയും ക്ഷണിക്കും, വിവിധ മതക്കാരെയൊക്കെ അവർ ക്ഷണിക്കാറുണ്ട്. ഈയിടെ 250-ലധികം പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ മത സമൂഹത്തിലെയും ആളുകളെയും രാഷ്ട്രീയക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്. എന്തിന്? നമ്മൾ അകന്നകന്നു പോയാൽ, ഈ രാജ്യം ശൈഥില്യത്തിലെത്തിയാൽ, ഏതെങ്കിലും ഒരമ്മക്ക് ഈ നാട്ടിൽ നടന്ന കലാപം കൊണ്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നാട്ടിൽ ബോംബ് പൊട്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം മകൻ നശിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് അമ്മയുടെ കണ്ണുനീരിന്റെ വിലാപങ്ങൾക്ക് ആര് മറുപടി നൽകും? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവ്വലോകങ്ങളിലെയും സർവ്വചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ച, പ്രാർത്ഥിച്ച, ആശംസിച്ച, പ്രശംസിച്ച നമ്മുടെ നാട്, ഇതൊരു നാടും തമ്മിൽ പരിശോധിക്കുമ്പോൾ അനവധി സ്വരച്ചേർച്ചകൾ ഇവിടെയുണ്ട്. സ്വരച്ചേർച്ചകൾ ഇല്ലായ്മ സൃഷ്ടിക്കുന്നതാര് എന്ന് സ്വാമിജി പോലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും ആ തത്വത്തിൽ അത് അംഗീകരിക്കുന്നു. നമുക്ക് ആലോചിക്കാനുള്ള ഒരു പോയിന്റ്, ചില പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. എന്റെ ബാപ്പ നല്ലൊരു ഭക്തനായിരുന്നു. പിടിപിടി എഞ്ചിനീയർ ആയിരിക്കെ തന്നെ ഭക്തനായി. എനിക്ക് ഖുർആൻ ഓതി തന്നു. ഞാൻ എന്റെ ഉപ്പയിൽ നിന്ന് മതം പഠിച്ചു. എന്റെ ഉപ്പയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. കക്കയം ഡാം സൈറ്റിൽ ഹൈന്ദവരായിരുന്നു. നല്ല സുഹൃത്തുക്കളുടെ കൂടെ ജീവിച്ച് പരിചയിച്ച് എല്ലാ മതസമൂഹവുമായുള്ള ബന്ധം ഖുർആനിൽ നിന്ന് പഠിച്ച് എന്റെ ഉപ്പ അതിന്റെ ബാലപാഠങ്ങൾ എനിക്ക് പകർന്നു തന്നു. എന്റെ വൈജ്ഞാനിക പുരോഗതിയുടെ കടപ്പാടുകളെ എന്റെ പിതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഈ സദസ്സിൽ. ഇന്നും ജീവിച്ചിരിപ്പുള്ള, ഇങ്ങോട്ട് വരുമ്പോൾ മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിന്റെ സംസാരം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെ അഭിനന്ദിച്ച് എന്നെ സന്തോഷിപ്പിച്ചു വിട്ട എന്റെ പിതാവിനെ ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊന്നാകണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭിന്നമാണ്. നമ്മൾ ഒന്നായിരുന്നുവോ? നമ്മളൊരു തറവാട്ടിലെ അംഗങ്ങളായിരുന്നുവോ? ആയിരുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിങ്ങനെ ഇവിടുന്ന് ഈ പറഞ്ഞ ഊടുവഴികൾ താണ്ടി നടക്കുകയാണ്. ഗർഭാപ്പസി തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ഏത് തറവാട്? ആദിദ്രാവിഡന്മാരുടെയും ആര്യന്മാരുടെയും അതിനു മുമ്പ് ഈ ലോകത്ത് വന്ന മനുഷ്യരുടെയും, ഈ ലോകത്തിലെ ആദ്യത്തെ അച്ഛൻ, ആദ്യത്തെ അമ്മ ഈ ഭൂമുഖത്തേക്ക് വന്നു. നമ്മൾ അവരിലേക്ക് മടങ്ങുകയാണ്, അവരുടെ തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ആർക്കെതിരെ അഭിപ്രായമില്ല, ആർക്കെതിരെ അഭിപ്രായമില്ലാത്തൊരു തത്വം. ആദ്യത്തെ നമ്മുടെ അച്ഛനും അമ്മയുമാരാൻ, അവരിൽ നിന്നാണ് ഈ മനുഷ്യകുലത്തിന്റെ തുടക്കം. യാ അയ്യുഹന്നാസ്, അതിന്റെ അർത്ഥം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷത്തിന് അറിയില്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല, അല്ലയോ പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ അല്ല, അല്ലയോ മനുഷ്യരെ, മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളൊക്കെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ. വജഅൽനാകും ശൂബൻ വകബായില ലിതആറഫു, നിങ്ങൾ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. ശണ്ട കൂടാനല്ല, ആക്രമിക്കാനല്ല, വാളുന്താനല്ല, ആയുധമെടുക്കാനല്ല, AK-47 നിന്ന് ഉണ്ടകൾ തീർക്കാനല്ല, പിഞ്ചു പൈതലിന്റെ വായിലേക്ക്
കടാര കുത്തിക്കേട്ടാനല്ല, നിങ്ങൾ ഒന്നാകാൻ, നിങ്ങൾ ഒന്നായി ചേരാൻ. എന്നിട്ട് ഖുർആൻ 49 അധ്യായം 13 വചനത്തിൽ പിന്നെ പറയുന്നറിയോ? നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം വെളുത്തവനാണെന്നല്ല, കറുച്ചവനാണെന്നല്ല, വ്യത്യസ്ത ജാതിയിലുള്ളവനാണെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തനായി ജീവിക്കുന്നവനാരോ അവനാണ്, നിരുപദ്രവകാരിയായവനാരോ അവനാണ്, മനുഷ്യർക്ക് ഉപദ്രവമില്ലാതെ ജീവിച്ചവനാരോ അവനാണ്, ലോകത്തിന് സമാധാനം നൽകിയവനാരോ അവനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്. ഞാൻ ഇസ്ലാമിനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഇന്നേറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതവും സമൂഹവും ഇസ്ലാമും മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞാൽ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇസ്ലാം എന്തല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെയാണ് പ്രശ്നം. നാമധാരികൾ ലോകത്ത് പലതും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആലോചിക്കാവുന്നതാണ്. ലോകത്ത് നടന്നിട്ടുള്ള മൊത്തത്തിലുള്ള മനുഷ്യ ചരിത്രത്തിലെ കലാപങ്ങളും ഭീകരതയും നമ്മൾ ചിന്തിച്ചാൽ, റഷ്യൻ വിപ്ലവം നടന്നു, ലോകത്ത് ഫ്രഞ്ച് വിപ്ലവങ്ങൾ നടന്നു, 2 ലോക മഹായുദ്ധങ്ങൾ നടന്നു. ട്രൂമാൻ എന്ന ക്രിസ്തുമതത്തിൽ വിശ്വസിച്ച ട്രൂമാൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ്, ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, E=mc² എന്ന സൂത്രവാക്യം ലോകത്തിന് നൽകിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ബുദ്ധഭിക്ഷുക്കളെ കൊന്നൊടുക്കി ചാമ്പലാക്കി. മതാണോ അത്? അത് മതമാണ്. അഥവാ ആനക്ക് മതളകി എന്ന് പറയുന്ന മൈദയുടെ തത്തമ്മ എന്ന് പറയുന്ന തായല്ല. മതത്തിന്റെ ഒന്നും നമ്മൾ മതത്തോട് ചേർത്ത് പറയരുത്. കാരണം എല്ലാ മതങ്ങളുടെയും അന്തരമായി നിൽക്കുന്ന സത്ത ഒന്നാണ് എന്നിവിടെ പറയുകയുണ്ടായി. ആലോചിക്കാനും ചിന്തിക്കാനും ഞാൻ ചില പോയിന്റുകൾ അവതരിപ്പിക്കുകയാണ്. ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുകയാണ്, ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു, പഠിച്ചോ? ഋഗ്വേദം കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? വായിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ എന്റെ യുവാക്കളോട്, ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കളോട്, മക്കളോട്, സ്കൂളിൽ പഠിക്കുന്നവരോട്, ഫോണിൽ എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? രാവിലെ ദിനപത്രങ്ങൾ വരെ, നമുക്ക് ഇഷ്ടപ്പെട്ട ദിനപത്രങ്ങൾ, ആ പത്രങ്ങളുടെ 1-ാം പേജ് മുതൽ അവസാനം വരെ വായിക്കുന്നവർ, അതിന്റെ സ്പോർട്സ് പേജ് മാത്രം വായിക്കുന്നവർ, അതിന്റെ സിനിമാ പേജ് വായിക്കുന്നവർ, അതിന്റെ വാണിജ്യ പേജ് വായിക്കുന്നവർ, അതിന്റെ ജില്ലാതലം വായിക്കുന്നവർ, അതിന്റെ സ്റ്റേറ്റ് വായിക്കുന്നവർ, അതിന്റെ ലോകരാജ്യ വാർത്തകൾ വായിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തരാണ് എല്ലാവരും. ഡെയിലി പത്രം വായിക്കുന്നത് പോലെ, ഡെയിലി പല്ല് തേക്കുന്ന പോലെ, അതിനേക്കാൾ സത്യസന്ധമായും ആത്മാർത്ഥമായും മതം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്നുമല്ല ലോകത്തിന്റെ അവസ്ഥ. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? യുദ്ധമില്ലാത്ത ഭൂമി. രാമൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? രമ്യത ഉണ്ടാക്കുന്നവൻ. രണ്ടാളുകൾക്കിടയിൽ ശണ്ട ഉണ്ടായാൽ രമ്യത ഉണ്ടാക്കുന്നവൻ. ശ്രീരാമൻ എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾക്ക് പേടിയുണ്ടോ? മുഹമ്മദ് നബി എന്ന് കേട്ടാൽ ഇവിടെയുള്ള മറ്റു മതക്കാർക്ക് പേടിയുണ്ടോ? എങ്കിൽ എവിടെയോ നമുക്ക് തകരാറുകളുണ്ട്. ആചാര്യന്മാരെ, നേരത്തെ സ്വാമിജി ഇവിടെ ചൊല്ലിയ ആദ്യവാചകം കരുണാവാൻ നബി മണിമുക്തരത്നമോ എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ മഹചരിതമാലയിലൂടെ നമ്മൾ വായിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. അവരുടെ ആശ്രമങ്ങളിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായി. മാവേലിക്കരയിലും പരിസരങ്ങളിലുമൊക്കെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഗുരുസമാധിയുടെ പ്രദേശത്ത് ആലുവയിൽ പോലും എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായി. ശിവഗിരിയിൽ പോലും എനിക്ക് ചാൻസ് ഉണ്ടായി. ഏതോ കാരണം കൊണ്ട് അത് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഞാനത് പറയുന്നത് ഒരു വളച്ചുകെട്ടുമില്ലാതെ പറയുന്നത്, തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിച്ചപ്പോ ആരും അത് തിരുത്തിയില്ല. മോനെ, ഈ റൂട്ട് ക്ലിയർ അല്ല, മകളെ ഈ റൂട്ട് ക്ലിയർ അല്ല, മതവിശ്വാസികളെ ഈ റൂട്ട് ക്ലിയർ അല്ല, ഇത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ അവൻ വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണ് ലോകം. അവിടെയാണ് തെളിവുകൾക്കാണ് പ്രധാനം. ബ്രിങ് ദ എവിഡൻസ്, ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങളുടെ വേദത്തിൽ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ എന്നൊരാൾ പറയാം. അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയുന്നു എന്ന് ഈ ഡിസംബറിൽ 2014 ഡിസംബറിൽ ഒരു വീക്കിലിയിൽ, ആ വീക്കിലി എന്റെ കയ്യിലുണ്ട്, അത് എഴുതി കണ്ടു. തീർച്ചയായും അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ തെറ്റിദ്ധാരണകൾ തിരുത്തിയാലേ നമ്മൾ നന്നാവും. അതിന് ഈ സമ്മേളനങ്ങൾ അനിവാര്യമാണ്.
എനിക്കറിയാം, ഞാൻ പങ്കെടുത്ത എല്ലാ ക്ഷേത്രങ്ങളിലും ആളുകൾ പിന്നീട് നല്ല നാദാപുരം പാറക്കടവിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. പാറക്കടവ് എന്ന് പറയുന്ന പ്രദേശം സാമുദായിക സംഘർഷങ്ങളൊന്നും പരസ്പരം മിണ്ടാത്ത ഒരവസ്ഥാ ഭാഗത്തുണ്ട്. എല്ലാവർക്കും അറിയാം. വളയത്ത് പോയി എല്ലാ മതവിശ്വാസികളെയും പങ്കെടുപ്പിച്ച് നമ്മൾ സമ്മേളനം വെച്ചു. BJP, RSS, ബജ്രംഗ്, CPM, കോൺഗ്രസ്, ജനതാദൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവരെയും പങ്കെടുപ്പിച്ചു. ഇപ്പൊ അവിടെ ഒരു ക്ഷേത്രത്തിൽ എന്നെ ക്ഷണിച്ചു, മണികണ്ഠ മഠം ക്ഷേത്രത്തിൽ. അവിടുത്തെ സംസാരം, പിറ്റേന്ന് രാവിലെ അവിടുത്തെ പല വീട്ടിലുള്ളവരും ആ വീട് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയില്ല, അവർ പോകാറില്ല. പക്ഷെ അവരെല്ലാവരും മാപ്പാക്കണം, ക്ഷമിക്കണം, നമ്മൾ അകലത്തിലായിരുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മതം എന്താണ്, നമ്മൾ തല്ലേണ്ടവരല്ല ഒന്നാകേണ്ടവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരാ, ഈ മാനവ മൈത്രി സമ്മേളനം ഇനിയും നിങ്ങൾ തുടരണം. നാളെ വേറൊരാളെയാകാം, DSPയോ ഞാനോ സ്വാമിജിയോ ഫാദറോ നാളെ ജീവിച്ചിരുന്നു കൊള്ളണം എന്നില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഖുർആനിന്റെ 31-ാം അധ്യായം 34-ാമത്തെ വചനം. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരാൾക്ക് പറയാൻ കഴിയില്ല. എവിടെ വെച്ച് നിങ്ങൾ മരിക്കും അതും നിങ്ങൾക്ക് പറയാനാവില്ല. അതെല്ലാം അറിയുന്നത് സർവശക്തനാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയും, മതഗ്രന്ഥങ്ങൾ പഠിക്കാത്തതാണ് നമ്മുടെ കുഴപ്പം. മതഗ്രന്ഥങ്ങളുടെ ഉള്ള് എന്താണ് ശത്രുക്കൾ എഴുതി വെച്ചതാണ് നമ്മൾ പലപ്പോഴും വായിച്ചത്. ഞാനതിനൊരു സംഭവം പറയാം. ഞങ്ങൾ കേരളത്തിലെ മുജാഹിദുകൾ, സലഫികൾ, ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു പ്രബോധകനാണ് ഞാൻ. സലഫി പള്ളി ഇവിടെ കാണാം, കൊല്ലായിൽ. എന്താണ് സലഫ്? പൂർവികരുടെ തത്വങ്ങൾ സ്വീകരിക്കുന്നവർ. ഈ സലഫി കൂട്ടായ്മയിലെ ഞങ്ങൾ ഒരുപാട് സമ്മേളനങ്ങൾ വെച്ചു. അതിലൊരു വലിയ സമ്മേളനത്തിൽ സ്വാമിജി ഉണ്ടായിരുന്നു, പള്ളിയിലച്ചുണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ സ്വാമിജി പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഞങ്ങൾ പറഞ്ഞിരുന്നു, മനസ്സിലുള്ളത് നിങ്ങൾ പറയണം. നമ്മുടെ മനസ്സിലൊന്നും പുറത്തു വേറൊന്നും ആകാൻ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. അതുണ്ടാവരുത്. ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചു പോയിട്ട് ഹിന്ദുക്കൾക്കെതിരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സത്യസന്ധനല്ല, എന്നെ ദൈവം ശിക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ഇവിടെ ഇരുന്ന് ഫാദറുമായി എന്റെ സ്നേഹം പങ്കുവെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ തോന്നിയാസം പറയുകയാണെങ്കിൽ ഞാൻ കള്ളനാണ്, സത്യസന്ധനല്ല എന്നാണ് എന്റെ ധാരണ. നിങ്ങളും അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്ക് ലോകോത്തരമാണ്, വിശ്വോത്തരമാണ്. നമ്മളതാകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞതും അതാണ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. എന്നിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, നിങ്ങളത് അനുധാവനം ചെയ്യേണ്ടവരാണ്. അതനുധാവനം ചെയ്താൽ ഇല്ല, ഒരു ഉറുമ്പിനെ കൊല്ലാൻ കഴിയില്ല. അതനുധാവനം ചെയ്താൽ ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല. അതനുധാവനം ചെയ്താൽ ഒരാളെയും നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. കാരണം ഈ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തായിരിക്കണം എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഒരു സംഗീത കച്ചേരി നടക്കുന്നു എന്ന് വിചാരിച്ചോ, ഇതേ സമയത്ത് ആണും പെണ്ണും ഇടകലർന്ന് ആടിപ്പാടി തൊട്ടും ഇരുന്നും എല്ലാ സദസ്സുകളിലും അങ്ങനെയും ഒന്നും നമുക്ക് അവസാനം നമ്മളിപ്പോ ചോദിക്കാൻ, അച്ഛൻ മകൻ വന്ന് ചോദിച്ചു, മോനെ സംഗീതം കേട്ടു, കള്ളുകുടി നിർത്താമെന്ന് നീ തീരുമാനിച്ചോ? ഉണ്ടാവില്ല. ബാപ്പ ചോദിച്ചു, മോനെ നീ നേർച്ചക്ക് പോയില്ലേ? അതെ. ഇനി മയക്കുമരുന്നുമായി ബന്ധപ്പെടില്ല എന്ന് തീരുമാനിച്ചോ? ഇല്ല. കാരണം മയക്കുമരുന്നിന്റെ അപകടം അവിടെ പ്രസംഗിച്ചിട്ടില്ല, അവിടെ പാടുകയായിരുന്നു, ഒന്നും കിട്ടിയില്ല. മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, അതിന് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഉണ്ടാകണം. ആ പ്രഭാഷണങ്ങളാണ് മനുഷ്യരെ നന്നാക്കുക. ചാനലുകളിൽ എത്ര സ്വാമിജിമാരുടെ പ്രസംഗമുണ്ട്, എത്ര ഫാദർമാരുടെ പ്രസംഗമുണ്ട്, എത്ര മതപണ്ഡിതന്മാരുടെ പ്രസംഗമുണ്ട്. കേൾക്കാൻ സമയമില്ല. അവസാനം ദൈവം നമ്മൾ വിളിച്ചു കൊണ്ടുപോകുമ്പോ, ദൈവമേ ഞങ്ങളൊന്ന് തിരിച്ചുവിട്ടേക്ക്, ഒന്ന് പഠിച്ചോട്ടെ എന്ന് പറയാൻ നമുക്ക് അവസരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മഹാസമ്മേളനത്തിൽ മനസ്സിലുള്ളത് സ്വാമിജി തുറന്നു പറഞ്ഞു. ഇസ്ലാം നല്ല മതമാണ്, മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങളിൽ എല്ലാവരും കുഴപ്പക്കാരല്ല. പക്ഷേ അമുസ്ലിങ്ങളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയുന്നുണ്ട് എന്ന് സ്വാമിജി പറഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ആ വാചകം സ്വാമിജി പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഖുർആനിൽ ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ ഒരു വാചകം തെരഞ്ഞെടുക്കുകയായിരുന്നു. ശത്രുക്കളെ എഴുതിയതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ എന്നറിയാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു.
ഇതാ സ്വാമിജി പറഞ്ഞിരിക്കുന്നു അങ്ങനെയുണ്ട്. സ്വാമിജി ഇരുന്നപ്പോ എന്റെ ഊഴമായിരുന്നു. ഞാൻ പറഞ്ഞു, ബഹുമാനനായ സ്വാമിജിയുടെ പക്ഷേ തിരക്ക് കാരണം പോയേക്കാം. സ്വാമിജി, ഞാൻ ഒരുപാട് കാലം അന്വേഷിച്ചു നടക്കുകയായിരുന്നു അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന ഖുർആന്റെ വാചകം. കാരണം അങ്ങനെ ഒരു വാചകം ഖുർആൻ ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയാനും അതിനെതിരെ പ്രസംഗിക്കാനും സന്നദ്ധതയുള്ള ഒരു മനസ്സുമായാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് സ്വാമിജി എനിക്ക് ആ വാചകം കാണിച്ചു തരണം. സ്വാമിജി, ഞാൻ ആ വിഷയത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഇരുന്നപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ നേരത്തെ പോകേണ്ടതായിരുന്നു. താങ്കളുടെ വിശദീകരണം എന്നെ പിടിച്ചിരുത്തി. എനിക്ക് 2 മിനിറ്റ് അവസരം തരണം. ഞാൻ ബഹുമാനപുരസരം പറഞ്ഞു, ആയിക്കൊള്ളൂ സ്വാമിജി, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. സ്വാമിജി പറഞ്ഞു, എന്നോട് ഈ സദസ്സ് ക്ഷമിക്കണം. ഖുർആനിൽ അങ്ങനെ ഒരു വാചകം ഞാൻ നേരിട്ട് കണ്ടിട്ടേയില്ല. വലിയ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. അവരെ അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ക്ഷമിക്കണം, അങ്ങനെ ഒരു വാചകമില്ലെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞു സ്വാമിജി. ഇതാണ് നമ്മുടെ മനസ്സ്, ഇതാവണം നമ്മുടെ മനസ്സ്. തെറ്റുപറ്റി എന്നറിഞ്ഞാൽ തിരുത്തുക. ഇനി ഞാൻ നിങ്ങളോടും പറയാം, ഞാൻ ഇന്ന് വരുമ്പോ 2 പ്രസിദ്ധീകരണങ്ങൾ, ഏറ്റവും തലയേർപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇറക്കുന്ന 2 പുസ്തകങ്ങൾ വായിച്ചു. ആ 2 ലേഖനങ്ങളിലും പാകിസ്ഥാനിൽ നേരത്തെ പറഞ്ഞ കുട്ടികളെ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, താലിബാനെ കുറിച്ച് പറഞ്ഞു, പല ബോംബാക്രമണങ്ങളെ കുറിച്ചും പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഇതെല്ലാം എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കാരെങ്കിലും മനസ്സിലാക്കിയോ? അതവരുടെ ഖുർആൻ പഠിപ്പിച്ചതാണ് കുട്ടികളെ കൊല്ലാൻ. എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ക്ഷേത്രത്തിൽ വരുന്നവരെ എനിക്കൊന്നും സംഭവിക്കരുതേ. ഇത് വിശദീകരിച്ചില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, നമ്മൾ അകലും. നമ്മൾ അകലാതിരിക്കാനാണ് ഈ സമ്മേളനം. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഖുർആൻ ഞങ്ങൾ ഫ്രീ ആയി നിങ്ങൾക്ക് തരും. നിങ്ങളിൽ ആരാവശ്യപ്പെട്ടാലും, ഇവിടെ ഇരിക്കുന്ന ആര് അമുസ്ലിങ്ങളായ ആളുകൾ, ഇസ്ലാമിനെ പറ്റി അറിയാത്ത ആരായാലും 2 വർഷക്കാലം നിങ്ങളത് പഠിച്ചോളൂ. അത്രയും ദൈർഘ്യമേറിയ കാലം. ഏതെങ്കിലും ഒരു വാചകം മാനവ സമൂഹത്തിന് പറ്റാത്തതായി ഖുർആനിൽ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞങ്ങൾ ആ വാചകം എതിർക്കുകയും ദാ ഖുർആനിൽ ഇന്ന് ന്യൂനതയുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, 42 വയസ്സായി എനിക്ക് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിച്ചെന്ന ഒരു വിഭാഗം ഇവിടുത്തെ അമുസ്ലിങ്ങളിൽപ്പെട്ട അധ്യാപകരാണ്. ഞാൻ മലയാളത്തിനായിരുന്നു ഡിഗ്രി വരെ. അവിടെയൊക്കെ എനിക്ക് വർമ്മ സാർ, അതുപോലെ നമ്പൂരി സാർ, ഒരുപാട് ആളുകൾ, ഒരുപാട് അധ്യാപകർ. ബാലമാഷാണ് എനിക്ക് ആദ്യത്തിലെ ഹൈന്ദവ മതത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് പ്രചോദനം നൽകി. വായിക്കുകയായിരുന്നു. എന്റെ താല്പര്യത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുകയും എന്നെ ആ വിഷയത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ ചിതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് മതം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മതം ഇതാണ്, അത് ഇന്നതാണ്, അത് നിങ്ങളെ അറിയിക്കണം, അതെന്റെ ബാധ്യതയാണ്, ഞാനത് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു അവിടെ ഇരുന്നപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, നമുക്ക് പഠിക്കാം. ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നൊരു വാചകമില്ല. ഇല്ല 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 ഇല്ല. ഒരിക്കലും നിരപരാധിയെ കൊല്ലണം എന്ന് ഖുർആനിലില്ല. പിന്നെ ഖുർആനിൽ എന്താ ഉള്ളത്? ഖുർആനിൽ എന്തോ അല്ലാതെ അങ്ങനെ പറയൂ? ഖുർആനിലുണ്ട്. എന്താ ഉള്ളത്? കറക്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ അധ്യായ നമ്പർ പറഞ്ഞുതരും. കടലാസോ പേനയോ കിട്ടിയോ നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഞാൻ പറയുന്ന വാചകം ഖുർആനിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് അധ്യായവും വചനവും പറയാം. നിങ്ങൾക്ക് ഏത് ട്രാൻസ്ലേഷനും, ഇംഗ്ലീഷിലോ ഉറുദുവിലോ മലയാളത്തിലോ വേറെ പല ഭാഷകളിലും ഖുർആനിന്റെ പരിഭാഷ ലോകത്തിൽ ലഭ്യമാണ്. ഖുർആനിൽ എന്താ പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം. എന്താണ് ആ സംഭവം? നിങ്ങൾക്കറിയാം, ഭഗവത്ഗീതയുടെ തുടക്കം തന്നെ എന്താ? യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതായത്, ഞാൻ നിങ്ങൾക്ക് ഇതെന്തിനാ പറയുന്ന അറിയോ? ഒരു മതഗ്രന്ഥത്തിൽ യുദ്ധത്തെപ്പറ്റി പറയുന്നു എന്നുള്ളതുകൊണ്ട് ആ മതഗ്രന്ഥം മോശാണെന്നില്ല. ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക്. ഒരു യുദ്ധം നടക്കുമ്പോ എന്ത് മര്യാദയാണ് പാലിക്കേണ്ടതെന്ന് ഒരു ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ ആ ഗ്രന്ഥം അപൂർണല്ലേ? നമ്മൾക്ക് കല്യാണം കഴിക്കണം, ഭാര്യയുമായി എങ്ങനെ പെരുമാറണം, അതാ മതഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ ആ ഗ്രന്ഥം അപൂർണല്ലേ? ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ആ യുദ്ധത്തിലെ മര്യാദ എന്താ? പെണ്ണിനെ കൊല്ലാൻ പറ്റുമോ? ഖുർആൻ പറയണ്ടേ അത്? ആണിനെ കൊല്ലാൻ പറ്റുമോ? ഖുർആൻ പറയണ്ടേ അത്? കുട്ടികളെ കൊല്ലാൻ പറ്റുമോ? പറയണ്ടേ അത്? നിങ്ങൾ പഠിച്ചു വെച്ചോ, 4 വേദങ്ങൾ, ചതുർവേദങ്ങൾ ഇന്ദ്രനെ കുറിച്ച് പറയുന്നിടത്ത് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അവിടെ എന്തിനായിരുന്നു യുദ്ധം? പരിശോധിച്ചോളൂ, പഠിച്ചോളൂ. ഞാൻ പറയില്ല, നിങ്ങൾ പഠിച്ചോളൂ.
സെന്നോസ് ജൂതന്മാരുടെ ഗ്രന്ഥം, യുദ്ധത്തെ പറ്റിയില്ലേ? ഇല്ലേ? സംഖ്യാപുസ്തകത്തിൽ ബൈബിളിൽ യുദ്ധത്തെ പറ്റിയില്ലേ? തോറയിൽ, ക്രൈസ്തവ ലോക സത്യവേദ പുസ്തകം എന്ന് പറയുന്ന തോറയിലില്ലേ? പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടി? അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറി ഉണ്ട്, പട്ടാളമുണ്ട്, മിലിറ്ററി ഉണ്ട്. ചൈനയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ലോകത്തെ ഏത് നാടായാലും, അമേരിക്കയോ ലണ്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ, ഈ രാജ്യത്തിന്റെ അതിർവരമ്പ് കടന്ന് യുദ്ധം ചെയ്യാൻ വന്നാൽ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യണം, ഏതുവരെ ചെയ്യണം, അവരിൽ ആരെ പിടിച്ചു കെട്ടണം എന്ന വിശദീകരണം ഭാരതത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഭരണഘടനയിലും നിയമത്തിലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഒരു വേദഗ്രന്ഥത്തിൽ എന്തിന് യുദ്ധത്തെ പറ്റി പറയണം. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രസക്തമായ 1-2 ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തെറ്റരുത് എന്നതുകൊണ്ട് വളരെ കൃത്യമായ പരിഭാഷകൾ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം, 18 അധ്യായമുള്ള അതിൽ 1-ാമത്തെ അധ്യായം. ഹേ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട്, എന്റെ മറുഭാഗത്തുള്ള കൗരവരെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളർന്നു പോകുന്നു കൃഷ്ണ. എന്റെ തൊണ്ട വരളുന്നു, എന്റെ ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുന്നു, എനിക്കൊരുതരം രോമാഞ്ചമുണ്ടാകുന്നു. അർജുനന്റെ വാക്കുകളാണ്. യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേഷ്ഠതയുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് കൊതിയില്ല. സ്വജനങ്ങളെ കൊന്നിട്ട് കിട്ടുന്ന വിജയമോ രാജ്യമോ സുഖസൗകര്യങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, രാജ്യസുഖത്തിലുള്ള അത്യാഗ്രഹം മൂലം സ്വജനത്തെ കൊല്ലാൻ ഒരുമ്പെട്ടുവല്ലോ. ആയുധമെടുക്കാതെയും എതിർക്കാതെയും നിൽക്കുന്ന എന്നെ ആയുധപാണികളായ കൗരവർ കൊല്ലട്ടെ, അതെനിക്ക് കൂടുതൽ ക്ഷേമമായിരിക്കും. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 28 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, മഹാന്മാരായ ഗുരുജനങ്ങളെ കൊല്ലുന്നതിനേക്കാളും ലോകത്ത് ഭിക്ഷയെടുത്ത് കഴിയേണ്ടി വന്നാലും അതാണ് ശ്രേയസ്കരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അർജുനൻ പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോ, ഈ സംഗതി പറഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാചകം എന്താ? ഞാൻ യുദ്ധം ചെയ്യില്ല, എനിക്കതിന്റെ പേരിൽ അധികാരം വേണ്ട, എനിക്കതിന്റെ പേരിൽ സ്വത്ത് വേണ്ട, യുദ്ധം ചെയ്ത് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ വേണ്ട, ഒന്നും എനിക്ക് വേണ്ട, ഞാനവരെ കൊല്ലാനത് ഭിക്ഷയെടുത്ത് ജീവിച്ചു കൊള്ളാൻ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാചകം എന്താ വാചകം? ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം. എന്താ ഇതിനർത്ഥം? അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും. ഇത് ധർമാധർമ്മ യുദ്ധമാണ്, ന്യായാന്യായ യുദ്ധമാണ്. ഇനി ഈ യുദ്ധത്തിൽ ജയിച്ചാലോ രാജ്യം അനുഭവിക്കുകയും ചെയ്യാം. അപ്പൊ യുദ്ധമുണ്ടോ? വേദത്തിൽ ഉണ്ട്. വേദങ്ങളിലെല്ലാം യുദ്ധമുണ്ട്. മനുസ്മൃതിയിൽ യുദ്ധമുണ്ടോ? ഉണ്ട്. മനുസ്മൃതിയിലെ 7-ാം അധ്യായം മനസ്സിരുത്തി വായിച്ചോ, യുദ്ധമുണ്ട്. അതിർവരമ്പുകൾ വികസിപ്പിക്കാൻ യുദ്ധമുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ ധാർമ്മികത എന്താണ്? ഇസ്ലാമിൽ മാത്രമായിട്ട് യുദ്ധമല്ലാതെക്കുവോ? കുരിശുയുദ്ധം ലോകത്ത് പ്രസിദ്ധമായിരുന്നു. അമേരിക്കയിലെ ഭരണാധികാരികൾ ലോകത്ത് പലതും ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, ചെച്ചിനിയയുടെ, കോസോവോയുടെ, ലബനാനിന്റെ, അഫ്ഗാനിസ്ഥാനിന്റെ മലമടക്കുകളിൽ അധികാര ദുരമുക്കവർ ചെയ്തു കൂട്ടിയ പാപക്കറകൾ അറിയാത്ത മനുഷ്യരുണ്ടോ ലോകത്ത്? എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ, എന്തിന് ഇസ്ലാമിൽ യുദ്ധമുണ്ടായി? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്ക് സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ആളാണ് സ്വാമിജി. ശ്രീനാരായണ ഗുരുവിന്റെ തത്വം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? ഉണ്ട്. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു വളരെ കൃത്യമായ അവതരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മാറാട് എന്ന് പറയുന്ന എന്റെ നാടിന്റെ അടുത്ത സ്ഥലം എല്ലാവർക്കും അറിയാം. ഈ മാറാട് ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ? ഹൈന്ദവ സഹോദരങ്ങളിൽ സാധുക്കളായ രാമഭക്തന്മാരായ ഒരു 100-100 വീട്ടുകാരുണ്ടെന്ന് വിചാരിച്ചോ?
നിങ്ങൾക്ക് ശരിക്കും മനസ്സ് തറയ്ക്കാൻ വേണ്ടിയാണ് പറയും. ഇതാണ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ നിന്ന് എന്തോ ഒന്ന് ഒഴിഞ്ഞു പോണം. നമ്മളിലെ തീവ്രവാദത്തിന്റെ ബാധ പ്രേതമുണ്ടല്ലോ, അത് ഒഴിച്ചു വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോണം. അതിനെ അത് പറയുന്നത്. നോക്ക്, രാമഭക്തന്മാരായ രാമനെ ആരാധിക്കുന്ന ആളുകൾ, അതിനവർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. അവർക്ക് തോന്നിയതും അവർ പഠിച്ചതും മനസ്സിലാക്കി ഉൾക്കൊണ്ടതും അതാണ്. അതവർ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ ശരിക്കും ശ്രദ്ധിച്ചോളണം. അവരൊരു ടീം തല്ലിയാലോ, അടിച്ചാലോ, ആ വീട്ടിലെ അമ്മയെ പിടിച്ചു വലിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ സഹിക്കുമോ ലോകത്തിന്? അതിന്റെ പേരിൽ ഈ അമ്മ കള്ളുടിച്ചിട്ടില്ല, ഈ അമ്മ ആരുടെ അവകാശം നോക്കിയില്ല. ഒറ്റ കാര്യം അമ്മ പറയുന്നത്, ഞാൻ രാമനെ ആരാധിക്കും. അത് ആരാധിച്ച നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീയെ മർദ്ദിച്ചാൽ ലോകാരെങ്കിലും അംഗീകരിക്കൂ? ഇല്ല. എല്ലാവർക്കും അറിയാം. എനിക്ക് കേട്ടോളൂ അടുത്ത വാചകം. ഈ ആളുകൾ ഈ ഒരു ആശയത്തിന് വേണ്ടി ജീവിക്കുന്നു. ഈ ഒരു ആശയമാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, നിർബന്ധിക്കുന്നില്ല. എങ്കിൽ അവരെ തല്ലിയാലോ? എല്ലാവരോടും കൂടി കുറെ ആളുകൾ ചേർന്നവരെ തല്ലുന്നു, വീട് ചുട്ടുകരിക്കുന്നു. അവരിലെ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തമെറിഞ്ഞിട്ട് പെടഞ്ഞു അതിലെ സ്ത്രീകൾ മരിക്കുന്നു. അതിലെ അടിമകളെ പിടിച്ച് കിടത്തി ഇരുമ്പിന്റെ ദണ്ട് വെച്ച് മാംസം പിഴുതെറിയുന്നു. കഴുത്തിൽ കയറിട്ട് കുടുക്കി വലിച്ച് നാവ് പുറത്തോട്ട് ചാടിക്കുന്നു. ഇങ്ങനെയൊക്കെ ആരെയാ ചെയ്യുന്നത്? രാമനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞവരെയാണ് ചെയ്യുന്നത്. ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല. അവർക്ക് ബോധ്യപ്പെട്ടൊരു വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവർ ശ്രമിച്ചപ്പോ അവർ ഈ ക്രൂരകൃത്യങ്ങൾക്കൊക്കെ വിധേയാക്കി. 13 കൊല്ലം. എത്ര കൊല്ലം? 13 കൊല്ലം. പക്ഷെ അവർ തിരിച്ചടിച്ചില്ല, ആക്രമിച്ചില്ല. ശ്രീരാമനെ മാത്രമേ ആരാധിക്കാവെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇതൊക്കെ അനുഭവിച്ചു. ഒടുവിൽ തിരിച്ചടിക്കട്ടെ എന്ന് ചോദിച്ചു അനുയായികൾ നേതാവിനോട്. തിരിച്ചടിക്കട്ടെ, പറ്റില്ല, ദൈവത്തിൽ നിന്ന് കൽപ്പനയില്ല, പാടില്ല, ക്ഷമിച്ചോളൂ. ഇസ്ബിറു വസാബിറു വറാബിതു, ക്ഷമിച്ചോളൂ, ക്ഷമയിൽ മുൻകടന്നോളൂ എന്ന് അദ്ദേഹം ഉപദേശിച്ചു. ജീവിതത്തിൽ ഗത്യന്തരമില്ലാത്തൊരു ഘട്ടം വന്നു. വഴിവക്കിലൊക്കെ കാത്തിരുന്നവരെല്ലാരും തല്ലി. അവർ ചോദിക്കണം, ഞങ്ങൾ എന്താ നിങ്ങളോട് ചെയ്തത്? ശ്രീരാമനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ തല്ലി ഉടച്ചോ? നിങ്ങളെ ഞങ്ങൾ കൊന്നോ? നിങ്ങളുടെ ആരാധനയെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ തടുത്തോ? ഒന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ. പിന്നെ എന്തിന് നിങ്ങൾ ഞങ്ങളെ 13 വർഷം മർദ്ദിച്ചു? 13 വർഷം, ഒരു വ്യാഴവട്ടക്കാലത്തിലധികം നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലഗണനയുടെ അപ്പുറം അവർ ക്ഷമിച്ചു. ഒടുവിൽ എന്തുണ്ടായി? ശരിക്കും ശ്രദ്ധിച്ചോണം. ഒടുവിൽ എന്തുണ്ടായി? അവരുടെ ആദർശമനുസരിച്ച് ജീവിക്കാൻ അവർ സ്വന്തം നാട് വിടാൻ തീരുമാനിച്ചു. സ്വന്തം നാട്. ആ നാടിന്റെ ചൂരും ചൈതന്യവും ആർക്കാ നിഷേധിക്കാൻ കഴിയുക? പ്രവാസിക്ക് വോട്ടവകാശം കിട്ടുന്നു എന്നതിനേക്കാൾ വലിയ സന്തോഷം എന്താ? കാരാഗ്രഹത്തിൽ കിടന്ന് സ്വന്തം അമ്മയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്താ? എന്നിട്ട് സ്വന്തം നാട് വിടുന്നവർ, കുടുംബം ഒഴിവാക്കണവർ, കച്ചവടവും വ്യവസായവും എല്ലാം ഒഴിവാക്കണവർ, ഒരേ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. നാട് വിട്ട് 400 കിലോമീറ്റർ അകലെ മാറാട് നിന്നവർ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 399 കിലോമീറ്ററാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക്. 400 കിലോമീറ്റർ അകലെ ഈ രാമഭക്തന്മാർ വന്ന് താമസാക്കുക. ആ നാട്ടിൽ വന്നപ്പോൾ അവർ ആദ്യം ഐക്യമുണ്ടാക്കി, സഹോദര്യം ഉണ്ടാക്കി. ആ ആളുകളുടെ നേതാവിന് ആ നാട്ടിൽ ഭരണം കിട്ടി. ശരിക്കും ശ്രദ്ധിക്കണം. ആ നാടിന്റെ ഭരണാധികാരിയായി അദ്ദേഹം. ഇനി ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ആത്മാർത്ഥമായി പറയാം. അതായത് മാറാടവർ അനുഭവിച്ച പ്രയാസങ്ങൾ എന്താ? ഒരു വിശ്വാസം വെച്ച് പുലർത്തിയതിന്റെ പേരിൽ എല്ലാം സഹിച്ചു, തിരിച്ചടിച്ചില്ല. ഒരു കടലമണി എടുത്തു പോലും അവരെ തിരിച്ചറിഞ്ഞില്ല. ഇല്ല. അങ്ങനെ അവർ നാട് വിട്ട് 400 കിലോമീറ്റർ അകലെ വന്നു. പിന്നെ എന്തുണ്ടായി? മാറാട്ടുള്ള ആ ശത്രുക്കളില്ലേ, ആ അക്രമികളില്ലേ, ആ അരാജകത്വവാദികളില്ലേ, സ്ത്രീകളെ കൊന്നവരില്ലേ, പുരുഷന്മാരെ കൊന്നവരില്ലേ, മരുഭൂമിയിലൂടെ വലിച്ചയച്ചവരില്ലേ, മണൽത്തിട്ടയിൽ കിടത്തി പീഡിപ്പിച്ചവരില്ലേ, ആ ആളുകൾ, ആ അക്രമകാരികൾ മാറാട്ടുന്നു തിരുവനന്തപുരത്തെത്തുന്നു. ഈ ടീമിനെ വീണ്ടും വേട്ടയാടാൻ, ഈ ടീമിനെ വീണ്ടും ആക്രമിക്കാൻ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന മനുഷ്യരെ, ആ തിരുവനന്തപുരത്ത് ആ നേതാവിന് ഭരണം കിട്ടി.
അയാളാണ് അതിന്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അയാളാണ് ആ സമൂഹത്തെ നയിക്കുന്നത്. ഈ അക്രമകാരികൾ വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് ഇവർ ആക്രമിച്ചാൽ കിടക്ക വിരിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം ചെയ്യാവുന്നതിൽ അത്ര മുത്തം ചെയ്തവരെ പറഞ്ഞേക്കണമെന്ന് ലോകത്താരെങ്കിലും പറയോ? ലോകത്താരെങ്കിലും പറയോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടാ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോടാ ചോദിക്കുന്നത്, വ്യത്യസ്ത പാർട്ടിയിലും മതത്തിലുമുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും പറയോ? ഇല്ല. ഇനി ഖുർആൻ പറയുന്നത് കേട്ടോളൂ. ഈ പറഞ്ഞ ഉദാഹരണം മുഹമ്മദ് നബിയുടെയും അനുയായികളുടെയും ഉദാഹരണമാണ്. മുഹമ്മദ് നബി മക്കയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ചാണ് ഈ പറഞ്ഞത് മുഴുവൻ. എന്നത് മദീനയിൽ വന്നു. 400 കിലോമീറ്റർ അകലെയാണ് മദീന മക്കയിൽ നിന്ന്. അതാണ് ആ ഉദാഹരണം മാറാടും തിരുവനന്തപുരം ഞാൻ എടുത്തത്. അവർ മദീനയിലെത്തിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മുഹമ്മദ് നബി ജൂതന്മാരും ക്രൈസ്തവരുമായി കരാറുണ്ടാക്കി. വലിയൊരു കരാർ. നമ്മൾ തമ്മിൽ തല്ലില്ല, നമ്മുടെ ഇഷ്ടമുള്ള മതം അനുസരിച്ച് നമ്മളൊരു ജീവിക്കും. എന്നാൽ എല്ലാവരുടെ മതവും ഇവിടെ പ്രബോധനം ചെയ്യാം, പറയാം. ആരും ആരെ അതിക്രമിക്കരുത്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ആരും വേറെ ഒന്നുകൂടെ പറഞ്ഞു, വിദേശ ശക്തികൾ നമ്മൾ ആക്രമിക്കുന്ന നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും. ഒരാളും ഒരാളെയും സഹായിക്കില്ല. മുസ്ലിങ്ങൾക്കെതിരെ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഒറ്റക്കെട്ടാവില്ല. ക്രിസ്ത്യാനികൾക്കെതിരെ ജൂതന്മാരോ മുസ്ലിങ്ങളോ ഒറ്റക്കെട്ടാവില്ല. ലോകത്ത് അങ്ങനെ കരാർ എഴുതിയാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കരാറില്ലായിരുന്നു അവർ. അവിടേക്കാണ് ആര് വരുന്നത്? മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു ആധ്യാത്മിക പ്രഭാഷകൻ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഓർക്കണം, ആ പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു നാട്ടിലെ ഉദാഹരണം പറയാം. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ജീവിച്ചിരിക്കെ, ജുഡീഷ്യറിയും പട്ടാളവും കോടതിയും മിലിറ്ററിയും ഒക്കെ ഉണ്ടായിരിക്കെ, സഹോദരങ്ങളെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു പോയിന്റാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ നാട്ടിലേക്ക് ഒരുപാട് അക്രമകാരികൾ വന്നാൽ പ്രധാനമന്ത്രി AC റൂം കിടന്നുറങ്ങിയാലോ നമ്മൾ ആരും അദ്ദേഹത്തെ അംഗീകരിക്കില്ല. ഈ രാജ്യത്തേക്ക് ശത്രുക്കളായി വരുന്നവരെ തുരത്താൻ പട്ടാളത്തെ നിയോഗിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്, ഇല്ലേ? എല്ലാവരും ആലോചിച്ച് നോക്കൂ. അതാണ് മുഹമ്മദ് നബി ചെയ്യാൻ പോകുന്നത്. എന്നാൽ രാജ്യത്തിന്റെ അതിർവരമ്പ് വെട്ടിപ്പിടിക്കാനല്ല അവർ വന്നത്. അതാണ് അതിൽ വ്യത്യാസം. പിന്നെ വന്നത് എന്തിനാ? അതായത് മുഹമ്മദ് നബി മക്കയിൽ എന്ത് പറഞ്ഞു? മുഹമ്മദ് നബി മക്കയിലെ ജൂത ക്രിസ്ത്യാനികളോടും മജൂസികളോടും മദീനക്കാരോടും ഒക്കെ എന്ത് പറഞ്ഞു? മുഹമ്മദ് നബി എന്തായിരുന്നു പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞെന്നറിയോ? ജോസഫിനെ വിളിച്ചു, അവിടുത്തെ സൃഷ്ടിപൂജകരെ വിളിച്ചു, എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഈ ആകാശം ഇതാരുണ്ടാക്കി? ഈ ഭൂമി ഇതാരുണ്ടാക്കി? ഈ സൂര്യൻ ഇതാരുണ്ടാക്കി? നമ്മളെ ആര് സൃഷ്ടിച്ചു? അങ്ങനെ ഒരു സൃഷ്ടാവില്ലേ? അവനെ ആരാധിച്ചാൽ പോരെ നമുക്ക്? അതല്ലേ നാം ചെയ്യേണ്ടത്? അതല്ലേ ഈശ്വരനോടുള്ള നമ്മുടെ കടപ്പാട്? നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമ്മളെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ അല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്? ഇതാണ് മുഹമ്മദ് നബി മക്കയിലും മദീനയിലും പറഞ്ഞത്. ഇതിന്റെ പേരിലാണ് അടിച്ചത്, ഇതിന്റെ പേരിലാണ് തല്ലിയത്. സുരേന്ദ്ര, നീയും ഞാൻ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഒറ്റ ദൈവത്തിന്റെ സൂര്യന്റെ കിരണങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്, ചന്ദ്രന്റെ നിലാവലകളാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. നമ്മൾ ഒന്നാണ് എന്ന് മുഹമ്മദ് നബി പ്രസംഗിച്ചു. അതിനാ തല്ലിട്ടി, അതിനാ കൊന്നത്, അതിനാ ഗുഹ്യസ്ഥാനം വളർത്തിയത്, അതിനാ കല്ലെടുത്ത് വെച്ചത്. എന്നിട്ട് അവർ മദീനയിൽ ചെന്നു. അവിടെ ഒരു അധികാരം ഉണ്ടായി, ഭരണമുണ്ടായി, കരാറുണ്ടായി. അവിടേക്ക് വീണ്ടും മക്കക്കാർ വരികൻ ഈ വിശ്വാസം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ. ഇനി വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ്, ഖുർആനിലെ 22-ാം അധ്യായം 39-40 വചനം ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരികയാണ്. അതിന്റെ ആശയം നിങ്ങൾ അറിഞ്ഞതോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇസ്ലാം എന്താണ്. ഇസ്ലാമിൽ യുദ്ധം ഉണ്ടോ ഇല്ലേ? എന്തിനു വേണ്ടി യുദ്ധം? ഉദിനലില്ലദീന യുഖാത്തലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആ വാചകത്തിന്റെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിലെ വായിക്കാൻ അറിയെങ്കിൽ ലോകത്തെ ഏത് ഭാഷയിൽ നിങ്ങൾക്ക് വായിക്കറിയാം? ഉപലബ്ധമായ ഭാഷകൾ, ലോകത്തെ ജീവസുറ്റ ഭാഷകൾ, അതിലൊക്കെ ഖുർആൻ തരാം. നിങ്ങൾ വായിച്ചോളൂ. ഈ വാചകം എന്താ പറഞ്ഞെന്നറിയോ? മുഹമ്മദ് നബിയെ, മുസ്ലിങ്ങളെ, നിങ്ങളൊരു നാട്ടിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ജീവിച്ചു, നിങ്ങൾ മർദ്ദിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, ആട്ടിയോടിക്കപ്പെട്ടു. എന്നിട്ട് നിങ്ങളൊരു രാജ്യത്ത് വന്ന് സ്വസ്ഥായിട്ട് ജീവിക്കാനിടയിൽ ഒരു ടീം ഇതായി നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു. അക്കാരണത്താൽ നിങ്ങൾ അവരെ തിരിച്ചടിച്ചോളൂ. ഇനി നിങ്ങൾ കാത്തിക്കണ്ട. കാരണം അങ്ങനെ കാത്തു നിന്നാൽ ഈ രാജ്യത്ത് മറ്റുള്ളവരെയായിട്ട് മുഹമ്മദ് നബി കരാറുണ്ടാക്കിയിട്ടുണ്ട്. അവരെ അത് ബാധിക്കും, ബാക്കിയുള്ളവരെ ബാധിക്കും. രാജ്യത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും.
അതുകൊണ്ട് ആ പരാക്രമികൾ ഒരിക്കലും അക്രമം അവസാനിപ്പിക്കൂല, മറ്റുള്ളവന്റെ മതവിശ്വാസം ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ ഈ ഭീകരവാദികളെ പിടിച്ചുകെട്ടു മുഹമ്മദ് നബിയെ എന്നാണ് പറയും. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, അതിന്റെ അടുത്ത വാചകം എന്താ അറിയോ? അടുത്ത വാചകം വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അവർ എന്താ തെറ്റ് ചെയ്ത്? മദീനയിലും ഈ മക്കക്കാർ വന്ന് അവർ ആക്രമിക്കാൻ മാത്രം അവർ ചെയ്ത തെറ്റെന്താ? ഖുർആൻ പറയാണ്, ലോകത്തിന്റെ നാഥനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. ദിദീവികനെ, വിരാട് പുരുഷനെ, ഹിരണ്യഗർഭനെ, ഇതുവാനെ, വേദക്കുൺ എന്ന് പറയുന്ന സർവശക്തനെ, ലോകത്തിന്റെ നാഥനെ മാത്രമേ ആരാധിക്കൂ എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ അവർ ഈ മർദ്ദനം. ഇനി അടുത്ത വാചകം എന്താ അറിയോ? ചിലരെ, മനുഷ്യരിൽ ചിലരെ കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ സന്യാസി മഠങ്ങൾ ഉണ്ടാകുമോ? ലോകത്ത് സന്യാസി മഠങ്ങൾ ഉണ്ടാകുമോ? യഹൂദ ദേവാലയങ്ങൾ ഉണ്ടാകുമോ? സിനഗോഗുകൾ ഉണ്ടാകുമോ? അള്ളാഹനെ ധാരാളമായി ഓർക്കുന്ന പള്ളികൾ ഉണ്ടാകുമോ? ഇസ്ലാം എന്തിനാ യുദ്ധം ചെയ്ത്? ക്രൈസ്തവ ദേവാലയം നശിപ്പിക്കപ്പെടാതിരിക്കാൻ, ഹൈന്ദവ ദേവാലയം നശിപ്പിക്കപ്പെടാതിരിക്കാൻ. ലോകത്തിലൊരു വേദഗ്രന്ഥമാണ് ഈ പറയുന്നത്. മനുഷ്യരെ ഓർത്തു നോക്കൂ. മറ്റുള്ളവർ അന്യന്റെ മതവിശ്വാസത്തെ തൊടുകയും അവന്റെ മതവിശ്വാസം ഇവിടെ വേണ്ട, ഞങ്ങളുടേത് മതി എന്ന് പറയുകയും ചെയ്യുന്നവർക്കെതിരെ പോരാടാൻ പഠിപ്പിച്ച ഒരു മതത്തെ അന്യമതക്കാരെ കൊല്ലാൻ പഠിപ്പിച്ചതായി ചിത്രീകരിക്കുന്നതിന്റെ നീതി നിഷേധം എത്ര വലുതല്ല. തീർന്നില്ല. അത്ഭുതാവഹമായ മറ്റൊരു വാചകത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നത്. അത്ഭുതാവഹമായ മറ്റൊരു വാചകം വിശുദ്ധ ഖുർആൻ ഇതാ ഒരു യുദ്ധത്തിന് പോകുമ്പോ അനുയായികളെ മുഴുവനും നിർത്തും, പട്ടാളക്കാരെ. പ്രവാചകൻ അള്ളാഹുവിന്റെ നാമത്തിൽ, പരമകാരുണ്യകനായ ദൈവത്തിന്റെ നാമത്തിൽ, പ്രവാചകന്റെ നാമത്തിൽ, ആ പ്രവാചകന്റെ സുന്നത്തിൽ ഒരിക്കലും, അടുത്ത വാചകൻ, ഒരിക്കലും ശത്രുവിന്റെ പക്ഷത്തുള്ള കുട്ടികളെ ഒരു കാരണവശാലും തുടരുത്. അവരുടെ കൂടെയുള്ള, അവരെ സഹായിക്കുന്ന സ്ത്രീകളില്ലേ, അവരെ ഒരു കാരണവശാലും ആക്രമിക്കരുത്. ആ വിഭാഗത്തിലെ മതപണ്ഡിതന്മാരില്ലേ, അവരെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. അവരുടെ ദേവാലയങ്ങളില്ലേ, അതൊരു കാരണവശാലും നശിപ്പിക്കരുത്. അവരുടെ ജലതടാകങ്ങളില്ലേ, അതൊരു കാരണവശാലും നശിപ്പിക്കരുത്. അവരുടെ വൃക്ഷങ്ങളില്ലേ, ഒരു കാരണവശാലും നശിപ്പിക്കരുത്. ഞങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ലോകത്ത് ചില ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങൾ മനസ്സിരുത്തി നിങ്ങൾ വായിച്ചാൽ അവരുടെ തടാകം തകർക്കണം, അവരുടെ സ്ത്രീകളെ പിടിച്ചുകെട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം, അവരുടെ സമ്പത്ത് നിങ്ങൾക്ക് കൊള്ള ചെയ്യാം എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. അതും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. മതം ഒരിക്കലും പ്രശ്നമല്ല. മതത്തിനെതിരെ പുരോഹിത മതമെന്നും ദൈവമതമെന്നും രണ്ടുണ്ട്. ലളിതമായൊരു ഉദാഹരണം ഞാൻ അതിനോട് ഏഡ് ചെയ്തോട്ടെ. സതിസമ്പ്രദായം ഉണ്ടായത് എങ്ങനെ? പൗരോഹിത്യമാണ് അതുണ്ടാക്കി. ദൈവനിശ്ചയം എന്തായിരുന്നു? അതായത് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ പെണ്ണ് ചാടണോ ചാടണ്ടേ? എന്റെ പഠനത്തിൽ, അതാണ് ഞാൻ പറയുന്നത്. സ്വാമിജിയൊക്കെ ഹിന്ദുമതത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ച ആളാണ്. എന്റെ പഠനത്തിൽ ഞാൻ പറയാം, ഒരു ഭർത്താവ് മരിച്ചാൽ പെണ്ണ് മരിക്കേണ്ടതില്ല, ചിതേച്ചേടി മരിക്കാൻ വേദഗ്രന്ഥങ്ങൾ പറയുന്നില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? അഗ്രേ തബ്ദിച്ഛുതി ഭവതി. ഈ വാചകത്തിന് ചെറിയൊരു വ്യത്യാസം വരുത്തി. അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളൂ, മുന്നോട്ട് പോയിക്കൊള്ളൂ, ഭർത്താവ് മരിച്ചാലും നിനക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഭർത്താവ് മരിച്ചു എന്നുള്ളതിന്റെ പേരിൽ നീ ചാടി മരിക്കുന്നതിൽ ഒരർത്ഥമില്ല. ആ വാചകത്തെ എങ്ങനെ മാറ്റി? പുരോഹിതന്മാരെങ്ങനെ മാറ്റി? ഒരക്ഷരത്തിന് വ്യത്യാസം വരുത്തിയ ആദർശം പോയി. ഉദാഹരണം, ഫജ്ർ ഒരു അറബി പദമാണ്, പ്രഭാതം. ഫർജ് ഗുഹ്യസ്ഥാനം. ഒറ്റക്ഷരം അപ്പുറപ്പുറം മാറി, ആശയം മാറി, ഫലം മാറി, എല്ലാം മാറി. ഇവിടെയാണ് അഗ്രേ എന്ന സംസ്കൃത പദത്തിന് അവരെന്താ ചെയ്തറിയോ? അവര് ചെയ്തത്, പുരോഹിതന്മാർ ചെയ്തത് അഗ്നേ അഗ്നിയിലേക്ക് ഗമിച്ചുകൊള്ളൂ ഭവതി. അപ്പൊ എന്തായി? ജീവിച്ചോളൂ എന്നുള്ളൊരാശയം മാറി മരിച്ചോളൂ എന്നുള്ള തികച്ചും വിരുദ്ധമായൊരാശയം ഉണ്ടായി. ഇതാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യത്തിന്റെ കൈകളിലാണ് ഇന്ന് എല്ലാ മതസമൂഹവും. എന്നാൽ
നേരത്തെ സ്വാമിജി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ആഗ്രഹിച്ച കാര്യങ്ങളെ നമ്മൾ ഓരോരുത്തർ പങ്കുവെക്കും, നമുക്ക് സന്തോഷമാണ്. എന്റെ മതമാണ് ശരി എന്ന് പറയുന്ന, എന്റെ മതമാണ് ശരി എന്നത് തെറ്റ്. ഈശ്വരന്റെ മതമാണ് ശരി. സമ്മതിച്ചോ? ഈശ്വരന്റെ സൂര്യൻ, ഈശ്വരന്റെ ഭൂമി, ഈശ്വരന്റെ സൃഷ്ടി, ഈശ്വരന്റെ മതം, അള്ളാഹുവിന്റെ മതം, അള്ളാഹുവിന്റെ മതം. ഞാനതിന് നിങ്ങൾക്ക് കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ പറഞ്ഞ ഒരു വാചകം മാത്രം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം, പല ഭാഗങ്ങളിൽ നിന്ന്. അല്ല ഇവൻ എന്നൊരു പുലയനല്ലേ. ജാതീയതയെക്കുറിച്ച് വൈകാരികമായി പറഞ്ഞിട്ടുള്ളതാണ് കുമാരനാശാൻ. ആ വാചകത്തിൽ ഒരു വാചകം ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ. അള്ളാ മതം നാളെ സ്വീകരിച്ചാൽ, അള്ളാ മതം, മുഹമ്മദിന്റെ മതമല്ല, എന്റെ മതമല്ല, അള്ളാ മതം, ലോകത്തിന്റെ നാഥന്റെ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ല തടസ്സം എല്ലായിടത്തും ഇല്ലത്തും പോയിടാം ജ്ഞാനപ്പെണ്ണെ നോക്ക് സുന്നത്തിൻ മാഹാത്മ്യം യോഗപ്പെണ്ണെ. വല്ലാത്തൊരു വരി. എന്താ അവിടെ പറഞ്ഞത്? എന്റെ മതമാണ് ശരി എന്ന് പറഞ്ഞാൽ തെറ്റാൻ. സ്വാമിജി പറയാം എന്റെ മതാ ശരി, ഫാദർ പറയാം എന്റെ മതാ ശരി, ഞാൻ പറയാം എന്റെ മതാ ശരി. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം? എന്റെ മതമല്ല ഈ ഭൂമിയിൽ, ഞാൻ മതം അവതരിപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ലോകത്ത് മതം അവതരിപ്പിച്ചിട്ടില്ല. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രുതി സ്മൃതി. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവിക്കപ്പെട്ടത്. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്, അല്ലേ? ദൈവത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടതിൽ വർഗീയതല്ല, ജാതീയതയില്ല, വിഭാഗീയതയില്ല, അസഹിഷ്ണുതയില്ല. സ്നേഹം, ആർദ്രത, അലിവ്, അനുകമ്പ, സഹാനുഭൂതി, ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? അല്ല ഇവൻ എന്നൊരു പുലയനല്ലേ. അള്ളാ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ല തടസ്സം എല്ലായിടത്തും ഇല്ലത്തും പോയിടാം. അള്ളാന്റെ മതം സ്വീകരിച്ച പിന്നെ ജാതീയതല്ല, ഇല്ലേ? ഈവ ശിവനെ പ്രതിഷ്ഠിച്ചു ശ്രീനാരായണ ഗുരു. ശാരദപരിശാൻ ശിവലിംഗപുരം അദ്ദേഹം ഈവ ശിവനെ പ്രതിഷ്ഠിച്ചപ്പോ പറഞ്ഞ വാചകം എന്താ? ഞാനിത് സവർണരുടെ ശിവനെയല്ല, ഈവന്മാരുടെ ശിവനെയാ പ്രതിഷ്ഠിച്ച്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. മഹാമനസ്കതയല്ലേ അത്? ഒരു ജാതി, മനുഷ്യജാതി, ഒരു മതം, ദൈവത്തിന്റെ മതം, അല്ലേ? ആലോചിച്ചോ, അത്ര ചിന്തിച്ചോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആരാ ദൈവം? ഹിന്ദുവിന് വേറെ ദൈവമുണ്ടോ? മുസ്ലിമിന് വേറെ ദൈവമുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ച അത്ര വേദങ്ങളിലും ലോകത്തൊരൊറ്റ സിട്ടാവേള ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്രപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്ത്രോത്രമാണത്. അതിനർത്ഥം 5 തവണയാണ് ദൈവ ഏകനാന്ന് പറഞ്ഞു. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ്. ഹീബ്രു ഭാഷയിൽ യേശുക്രിസ്തു പറഞ്ഞ വാചകമാണ് പറയും. അരമായ ഭാഷ സംസാരിച്ച ആളാണ് ഈസാ നബി, ജീസസ് ക്രൈസ്റ്റ്. മനുഷ്യരെ, നമ്മളൊക്കെ ഒരൊറ്റ ദൈവത്തിന്റെ അടിമളാട്ടോ, നമ്മളൊക്കെ ഒരു തറവാട്ടുകാരാട്ടോ, തമ്മിൽ തല്ലേണ്ടവരല്ല എന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. അവിടെയാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. മനുഷ്യരൊന്നാണ്, നമ്മുടെ സൃഷ്ടാവ് ഏകനാണ്. അവനെ സ്വീകരിച്ചാൽ നമുക്കിടയിൽ കലാപല്ല. അവിടെയാണ് ഇസ്ലാമിൽ എന്തിന് യുദ്ധമുണ്ടായി? ഏകനായ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ജനതയെ തല്ലി നാടുകടത്തി. ആദർശത്തിന് വേണ്ടി അവരെ തടുത്തു. ഒരിക്കലും മുസ്ലിം, ഞാന് ചില ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്കും തോന്നും ഖുർആൻ അങ്ങനെ ഉണ്ടോ? അതിന് ഞാൻ വീണ്ടും വായിക്കും ഖുർആൻ. പല ആളുകൾ എഴുതുമ്പോ എന്താ നമുക്ക് അവർ എഴുതിയ സത്യമാണെന്ന് വിശ്വസിച്ചൂടെ? വിശ്വസിക്കുക. ഞാൻ അത്ര സത്യസന്ധരായ ആളുകൾ എഴുതുന്നുണ്ട്. തെറ്റിദ്ധരിച്ചാണ്. ഞാൻ പറഞ്ഞ നേരത്തെ ശുദ്ധനായ ഒരു സ്വാമിജിയെ പറഞ്ഞ് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. മുസ്ലിം ഹിന്ദുവിനെയും ഹിന്ദു മുസ്ലിമിനെയും തെറ്റിദ്ധരിച്ചു. അതില്ലാതാകാനുള്ള വഴിയാ പറയുന്നു. നിങ്ങൾ നോക്ക്, വിശുദ്ധ പ്രവാചക തിരുമേനി പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. യുദ്ധത്തിന് വന്നപ്പോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ പറയും. യുദ്ധത്തിന് ശേഷം എന്ത്, യുദ്ധത്തിന് എന്ത് എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. യുദ്ധത്തിലെ ധാർമ്മികത എന്താ, യുദ്ധത്തിലെ നീതി എന്താ, യുദ്ധത്തിലെ ഐക്യം എന്താ, യുദ്ധത്തിൽ പോലും സമാധാനം ഉണ്ടെന്നാ ഇസ്ലാം പറഞ്ഞു. യുദ്ധം സമാധാനമാണ്. എന്താ പോളിസി? നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം, പേപ്പട്ടി എല്ലാ വീട്ടിലും കയറി കടിച്ച ആ പേപ്പട്ടിയെ ആരെങ്കിലും പൂവിട്ട് പൂജിക്കുവോ? എനിക്കറിഞ്ഞൂടെ, ഞാൻ ഏതായാലും പൂജിക്കൂല. എന്റെ അയൽവാസിയായ ഭാസ്കരേട്ടന്റെ മോൻ മധുവിനെ കടിച്ചിട്ടൊരു പട്ടി പോവുകയാണെങ്കിൽ ഞാൻ ആ പട്ടിനെ പിടിക്കും. എനിക്ക് മധുവാ വലുത്, പട്ടിയല്ല എന്നാണ് എന്റെ വിശ്വാസം. ആ പേരടങ്ങിയ പട്ടിയെ എല്ലാരെയും കടിച്ചോട്ടെ, എല്ലാ കുടുംബത്തിലെയും മക്കൾ മരിച്ചോട്ടെ എന്നൊരാൾ വിചാരിച്ച അതാണോ കാരുണ്യം?
അല്ല പട്ടിയെ മൂലക്കിരുത്തി മനുഷ്യരെ മുഴുവൻ രക്ഷിക്കലാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആർക്ക് വേണ്ടി ബുദ്ധി പണയപ്പെടുത്തുന്നു? നമ്മൾ ആലോചിക്കണം. ഇവിടെ അക്രമിയെ കൈപിടിക്കണ്ടേ? ഒരു രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന തീവ്രവാദിയുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണെങ്കിൽ ഓനെ വെച്ചേക്കാൻ പാടുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗങ്ങൾ മുങ്കളാണ്. ഞാൻ ഒരാൾക്കാർക്ക് കിടക്കുന്നത് പാവപ്പെട്ടവരെ കൊല്ലണമെങ്കിൽ എന്നെ നിങ്ങൾ വെറുതെ വിടാൻ പാടുണ്ടോ? അതിൽ നിയമം നമ്മുടെ കയ്യിലെടുക്കരുത്. പോലീസ് ഡിപ്പാർട്ട്മെന്റും കോടതിയും എല്ലാം ഇവിടെ ഉണ്ട്. അവരത് ചെയ്യണം അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന്റെ ഏറ്റവും കാതലായ കാര്യം ഞാൻ ആലോചിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. അമുസ്ലിങ്ങളുമായി ഇതര മതവിഭാഗങ്ങളുമായി മുസ്ലിങ്ങൾ എങ്ങനെ വർത്തിക്കണം, അതാണ് ഖുർആൻ പറയുന്നത്. ഒരു വിഭാഗം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്നു, നിങ്ങളെ അവർ മർദ്ദിച്ചൊതുക്കുന്നു. എന്തിന്റെ പേരിൽ? ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ. നിങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നതിന്റെ പേരിൽ. എന്നിട്ട് ഖുർആൻ പറയാണ്, അങ്ങനെ നിങ്ങളോട് ചെയ്തവരോട് നിങ്ങൾക്ക് മൈത്രി ബന്ധമില്ല. നിങ്ങൾ മൈത്രി ബന്ധമില്ല. പിന്നെ വിശുദ്ധ ഖുർആൻ പറയാണ് 60-ാം അധ്യായം 8-ാമത്തെ വചനം. 60-ാം അധ്യായം സൂറത്ത് മുംതഹന 8-ാമത്തെ വചനം. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വല യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്താ അർത്ഥം അറിയുന്നത്? എടാ, ഒരു മുസ്ലിമിനോട് പറയാൻ, മുസ്ലിമേ, നിന്റെ നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ, ഹൈന്ദവ, ക്രൈസ്തവ, ജൂത, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും, മജൂസിയാണെങ്കിലും, അഗ്നി ആരാധകൻ, അവൻ നിന്നോട് നീ മുസ്ലിമായി എന്നതിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നില്ല. നിന്റെ വീട്ടിൽ നിന്ന് നീ ഏകദൈവാരാധകനായി എന്നതിന്റെ പേരിൽ നിന്നെ തല്ലുന്നുമില്ല, നിന്നെ മർദ്ദിക്കുന്നുമില്ല. എങ്കിൽ ഒരു കാരണവശാലും നീ അവനോട് മോശമായി പെരുമാറാനേ പാടില്ല. അവന്റെ വിശ്വാസം എന്താകട്ടെ, ആചാരം എന്താകട്ടെ, അനുഷ്ഠാനം എന്താകട്ടെ, ഖുർആൻ പറയും. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്തറിയോ? അൻതബറൂഹും, അങ്ങനെയുള്ള ആളുകളോട്, ഓൻ ഏത് മതത്തിൽപ്പെട്ടവനാട്ടെ, ഓനോട് നിങ്ങൾ പുണ്യം ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം. എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശത്ത് ജാതി മതവും നോക്കാതെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. അവിടെ ഖുർആൻ പറയുന്നറിയോ? നിങ്ങളുമായി മതത്തിന്റെ പേരിൽ ശണ്ട കൂടാത്ത ഏത് ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, അവിടെ വീട് വെച്ചു കൊടുക്കണം, നിങ്ങൾ അവർക്കും വീട് വെച്ചു കൊടുക്കണം. സുനാമി ഉണ്ടായിട്ട് അവിടെ തകർന്ന വീട് 10 എണ്ണം, അതിൽ 4 എണ്ണം ഹൈന്ദവന്റേതും 6 എണ്ണം മുസ്ലിമിന്റേതാണെങ്കിലും 10 പേർക്കും നിങ്ങൾ വീട് വെക്കണം. അവർ 10 പേരും മനുഷ്യരാണ് എന്നാ ഖുർആൻ പറഞ്ഞു. നിങ്ങൾ അവരുമായി മൈത്രീ ബന്ധം പുലർത്തണം, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യണം. എന്റെ വീട്ടിൽ ഇന്നലെയും വരെയാന്ന് വന്നത് ഇതര മതവിഭാഗത്തിലെ ആളുകൾ കിഡ്നി വീക്കായവർക്ക് സംഭാവന ചോദിച്ചുകൊണ്ടാണ്. എന്നോട് അവർ നിങ്ങൾ ഈ കമ്മിറ്റിയിൽ ഒരു സ്ഥാനത്ത് വരണം. എന്തേ അങ്ങനെ പറയാൻ? എന്റെ പ്രസംഗം അവർക്കറിയാം, എന്റെ ജീവിതം എന്താണെന്ന് അവർക്കറിയാം, എന്റെ ആദർശം എന്താണെന്ന് അവർക്കറിയാം. അവിടെയാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? അമുസ്ലിങ്ങൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. തീർന്നില്ല, വതുഖ്സിതു ഇലൈഹിം, നീതിയോടുകൂടിയല്ലാതെ ഒരിക്കലും നിങ്ങൾ അവരോട് പെരുമാറരുത്. നീതി വിട്ട് ഖുർആൻ പിന്നെ പറയുന്നെന്നറിയോ? അങ്ങനെ നീതി പാലിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിന്റെ നേരെ വിപരീതം എന്താ? അമുസ്ലിങ്ങളോട് അനീതി കാണിക്കുന്നവനെ ഞാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളൊരു ഗ്രന്ഥം അമുസ്ലിമിനെ കൊല്ലാൻ പറയോ? ചിന്തിക്കുക, നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമായിട്ട് പറയാം, ദാ ഖുർആൻ ഒരക്ഷരം മാനവിക വിരുദ്ധമായതിൽ നിങ്ങൾ കാണിച്ചെറിയും. അങ്ങനെ നിങ്ങൾ എല്ലാ മതക്കാരും പറഞ്ഞോളൂ, ഉണ്ടോ അല്ലേ? പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞോളൂ, ഉണ്ടോ അല്ലേ? എന്ത് രസം ഉണ്ടാവും ലോകത്ത്. നമ്മളിപ്പോ ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ദൈവമേ, എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലെത്തിക്കണേ. ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന. ഖുർആനിലൊരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ദൈവമേ, എന്നെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് നയിക്കണയൻ. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും എന്ന വാചകം ബൈബിളിലും കാണാം. അന്വേഷണമാണ് മനുഷ്യ ജീവിതത്തിന്റെ. യേശുക്രിസ്തു പറയുന്ന വല്ലാത്തൊരു വാക്ക് ഞാൻ ബൈബിളിലൂടെ വായിച്ചെടുത്തു. യേശുക്രിസ്തു പറയുന്നത്, ഞാൻ സമാധാനം ഉണ്ടാക്കാനാണ് വന്നത് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വല്ലാത്തൊരു തത്വം പഠിപ്പിക്കാൻ.
പ്രത്യക്ഷത്തിൽ ഈ വാചകം കേട്ട യേശുക്രിസ്തു കലാപകാരി എന്നല്ലേ തോന്നുക? ബൈബിളിലെ വാചകമാണ്. ഫാദർ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ധൈര്യസമേതം പറയാം, സമാധാനം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ സമാധാനം ഉണ്ടാക്കാനല്ല വന്നത്, നിങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നത്. അടുത്ത വാചകം വായിച്ചിട്ടില്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ച് തെറ്റി. ഇതാണ് എല്ലാ മതത്തിന്റെയും കുഴപ്പം. അടുത്ത വാചകം എന്താ? മദ്യപാനികളായി ഒന്നിച്ച് ജീവിച്ച നിങ്ങൾ പറയാണ്, അപ്പനെയും അമ്മയെയും ഞാൻ തെറ്റിക്കും, 5 മക്കളും 2 ഞാൻ തെറ്റിക്കും. എന്റെ വിശദീകരണം എന്താ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അച്ഛൻ തിരുത്തും. എനിക്ക് ഉറപ്പാ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, സ്വാമിജിയും തിരുത്തും. അവിടെയാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? അതായത് തിന്മയിൽ അച്ഛനും മക്കളും ഐക്യത്തിലാണ്. ആരാന്റെ സമ്പത്ത് കൊള്ള ചെയ്ത് ജീവിക്കാൻ അച്ഛനും 5 മക്കളും ഒന്നിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ ശരി തെറ്റ് ഞാൻ അവരോട് പറയുമ്പോ ആരാന്റെ അന്യന്റെ സ്വത്ത് അപഹരിക്കരുത് എന്ന് മനസ്സിലാക്കുന്നത് അച്ഛനും മോനും ആണെങ്കിൽ അവർ ഈ 3 മക്കൾക്കെതിരാവും. അങ്ങനെ ഞാൻ നിങ്ങളെ ഭിന്നിപ്പിക്കും. അവ യഥാർത്ഥ ഭിന്നത എന്താണ്? തിന്മ ചെയ്തവരെ തിന്മയിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോ 3 കൊള്ളക്കാർ, 3 ആളും ചേട്ടാനിജന്മാർ. ഒരാൾക്ക് ഒരു വേദപണ്ഡിതൻ പഠിപ്പിച്ചതൊക്കെ പാവാണ്, അയാളെ ഇന്ന് പിന്മാറിയപ്പോ എന്തുണ്ടായി? 2 അനുജന്മാരും ഏട്ടനും തമ്മിൽ തെറ്റി. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ, നമ്മൾ തിന്മയിൽ രാജിയ ഒന്നാവുകൾ, നന്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെയാണ് നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു സ്ത്രീ യുദ്ധരംഗത്ത് കൊല്ലപ്പെട്ടത് കാണുന്ന പ്രവാചകൻ. ഒരു സ്ത്രീ യുദ്ധരംഗത്ത് കൊല്ലപ്പെട്ടത്, കോപാകുലനായി പ്രവാചകൻ, കണ്ണുകൾ ചുവന്നു കൊടുത്തു, ആത്മാർത്ഥമായും സത്യസന്ധമായും പടച്ചവനെ പേടിച്ചിട്ട് താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. പ്രവാചകൻ ചോദിച്ചു, ആരാവിടെ? ഈ സ്ത്രീയെ ആര് കൊന്നു? ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഈ സ്ത്രീയെ ആര് കൊന്നു? അപ്പൊ പ്രവാചകൻ അനുജന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളാണ്. പ്രവാചകന്റെ ചോദ്യം, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഈ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പോലും നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ തുടരുത്, അവരുടെ നേരെ പരാക്രമം കാണിക്കരുത് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എങ്കിൽ നിങ്ങൾ ചെയ്ത മഹാപരാധത്തിന്റെ പേരിൽ പടച്ചവനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, ഈ ജനതയോട് ഞാൻ മാപ്പ് പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും അന്യമതത്തിലെ പെണ്ണിനെ കൊല്ലരുത് എന്ന് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഇതാണ് മുഹമ്മദ് നബി, ഇതാണ് ഇസ്ലാം. തീർന്നില്ല സുഹൃത്തുക്കളെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യുദ്ധത്തിൽ, ഇനിയാണ് നമ്മള് താലിബാനിലെ ആളുകൾ 150-ലധികം പൈതങ്ങളെ കൊന്നു. നമ്മൾ പറയൻ, അവർ മുസ്ലിങ്ങളാണോ? അവരെ പഠിപ്പിച്ച ഖുർആനാണോ? എങ്കിൽ ആ ഖുർആൻ ലോക മുസ്ലിമുകളുടെ കയ്യിലില്ല. താലിബാനിലെ ജനങ്ങൾ, അല്ലെങ്കിൽ താലിബാനിലെ തീവ്രവാദികൾ എന്ന് പറയുന്ന താലിബാൻ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിലെ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ കൊന്നെടുക്കുന്നത് ഖുർആനാണെന്ന് പറഞ്ഞാൽ ആ ഖുർആൻ ലോക മുസ്ലിമുകളുടെ കയ്യിലില്ല. ആ ഖുർആൻ വേറെ ആരോ നൽകിയ അഭിശപ്ത ഗ്രന്ഥമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഭയപ്പാടില്ല. തീർന്നില്ല. ഇനി കേട്ടോളൂ, മുഹമ്മദ് നബി ഇസ്ലാമം എന്താണെന്ന് ഞാൻ പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധഭൂമിയിൽ നടക്കുമ്പോ കുറച്ച് പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെട്ടത് കണ്ടു. വിതിമ്പി കരഞ്ഞ് അനുയായികളെ വിളിച്ചു വരുത്തി ചോദിച്ച്, ഈ ക്രൂരകൃത്യം ചെയ്തതാരാ? ഈ പാപം ചെയ്തതാരാ? ഈ അക്രമം ചെയ്തതാരാ? അപ്പൊ അവർ പറയാണ്, ശരിക്ക് ശ്രദ്ധിച്ചോളൂ, അവർ പറയാണ്, ഈ കുട്ടികൾ നമ്മളോട് യുദ്ധം ചെയ്ത ശത്രുക്കളുടെ കുട്ടികളാണ്. നമ്മളോട് യുദ്ധം ചെയ്ത ശത്രുക്കളുടെ കുട്ടികളാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ലോകത്തിങ്ങനെ ഒരു തത്വം എന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു, അതാ ഞാൻ ഇസ്ലാമായി ജീവിക്കുന്നത്. എന്താ തത്വം? ശരിക്ക് പഠിച്ചോളൂ. ഇനിയുള്ള വാചകം ശരിക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാവരും, സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും ശ്രദ്ധിക്കണം. പ്രവാചകന്റെ മൊഴിമുത്തെന്താ അറിയോ? നേരത്തെ സ്വാമിജി പറഞ്ഞു, എന്താണ് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചത്? എന്താണ് ശ്രീരാമൻ പഠിപ്പിച്ചത്? എന്താണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്? എന്താണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്ന് നമ്മൾ പഠിച്ചില്ല. എന്താണ് മുഹമ്മദ് നബി ഈ രംഗത്തെ പറ്റി പഠിപ്പിച്ചത്? ഒരു സ്കൂളിലോ കോളേജിലോ എവിടെയോ ആവട്ടെ, ഒരു പിഞ്ചു പൈതലിനെ കുറിച്ച്, കൊല്ലുന്നതിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? പ്രവാചകൻ കോപാകുലനായി. എന്നിട്ട് മുസ്ലിങ്ങൾ പറയാൻ, ഞങ്ങൾ മുസ്ലിങ്ങളല്ലായിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നേനെ എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്ര പ്രവാചകൻ ഞങ്ങളെ ചീത്ത പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞതെന്താ? അറിയുമോ നിങ്ങൾക്ക് ഈ കുട്ടികളെ കുറിച്ച്, ഈ കുരുന്നുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. ആ വാചകത്തിന്റെ പരിഭാഷ എന്താ അറിയോ? അമ്മമാരെ, ഏതൊരു മനുഷ്യ കുഞ്ഞും പരിശുദ്ധനാണ്. ഏതൊരു മനുഷ്യ കുഞ്ഞും പരിശുദ്ധനാണ്. ആലോചിക്കേണ്ടവൻ, ഏതൊരു മനുഷ്യ കുഞ്ഞും പരിശുദ്ധനാണ്. പാപിയാണെന്നല്ല, പരമപരിശുദ്ധൻ. ജൂതന്റെ കുട്ടി, ക്രിസ്ത്യാനിക്കുട്ടി, ഏത് നാട്ടിലെ കുട്ടിയും പരമപരിശുദ്ധനാണ് എന്ന് പറയും. പരമപരിശുദ്ധൻ. എങ്കിൽ കൊല്ലാൻ പഠിപ്പിക്കുവോ? പ്രവാചകന്റെ വാചകം എന്താണ്? എല്ലാ മനുഷ്യക്കുട്ടികളും പരിശുദ്ധരാണ്. എങ്കിൽ പറയൂ, ഈ തത്വം പാലിക്കാത്തവൻ മുസ്ലിമാവോ? ഈ തത്വം പാലിക്കാത്തവൻ ഇസ്ലാമാവോ? അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ പറയരുത്. രണ്ടാമത്, ഇസ്ലാം ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ ആ പുസ്തകത്തെ പറ്റി പറഞ്ഞല്ലോ, ആ പത്രത്തിന്റെ തലക്കെട്ട് എന്താ അറിയുന്നത്? ഇസ്ലാം എന്താ ഇങ്ങനെ എന്ന് വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു ആ വാചകം. ഇസ്ലാം എന്നുള്ള പത്തിന്റെ അർത്ഥം എന്താ അറിയുന്നത്? സമാധാനം. മുസ്ലിങ്ങളെ കണ്ടുമുട്ടിയ പറയുന്ന ഒരു വാചകം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, ബോധപൂർവം പറഞ്ഞ അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ അതിന്റെ അർത്ഥം? മാധവി ചേച്ചിയോട്, ബാലചന്ദ്രനോട്, സുരേഷിനോട് ഞാൻ മനസ്സ് തട്ടി പറയുന്നു. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? സഹോദര, ദൈവത്തിന്റെ രക്ഷയും സമാധാനവും എന്റെ പ്രിയപ്പെട്ട സഹോദര നിനക്കുണ്ടാകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിനെ ഓനെ കൊല്ലാൻ പറ്റുമോ? ഓനെ ചതിക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ കേൾക്കണം, വളരെ ശ്രദ്ധേയമായ 3 പോയിന്റോടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. പ്രവാചക തിരുമേനി ഒരു യാത്രയിലാണ്, അനുചരന്മാർ കൂടെയുണ്ട്. നല്ല തണുപ്പുള്ള രാത്രി, പ്രവാചകന് ടെന്റ് കെട്ടിയ ടെന്റിൽ പ്രവാചക തിരുമേനി വിശ്രമിക്കും. താഴെ കുന്നിന്റെ താഴ്വരയിൽ അവർ വിറക് കൊള്ളികൾ ശേഖരിച്ച് തീയിട്ടു. ഇത് കണ്ട പ്രവാചകൻ ഓടിയിറങ്ങുകയാണ്. ഈ കുന്നിൻ താഴ്വരയിലേക്ക് ഓടിക്കതച്ചു ചെന്ന് ആ തീയുള്ള പരിസരം പരിശോധിക്കുകയാണ്. ആ തീയുള്ള പരിസരം പരിശോധിച്ചപ്പോൾ ഉറുമ്പുകൾ ചാലിട്ടൊഴുകുന്നു. ഉറുമ്പുകൾ ചാലിട്ട് സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, വരീ, ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്? ഈ ഉറുമ്പുകൾ ഇവിടെ നിങ്ങൾക്ക് കണ്ണു കണ്ടുകൂടായിരുന്നോ? ഉടനെ തീയണക്കാൻ പറഞ്ഞു. എന്നിട്ട് തീയണച്ചതിന് ശേഷം പ്രവാചകൻ ഒരു വാചകം പറഞ്ഞു, അൽഹംദുലില്ലാ. മുസ്ലിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സർവസ്തുതിയും സർവലോക പരിപാലകനായ പ്രപഞ്ചനാഥനാണ് എന്നാണ് വാചകത്തിന്റെ അർത്ഥം. എന്തിനാ സ്തുതിച്ചത്? അതും അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ലാഹുവേ, ഒരു ഉറുമ്പിനെ പോലും എന്റെ അനുചരന്മാരാൽ കൊല്ലപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ അല്ലാഹുവേ നിനക്ക് സ്തുതി. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവരെ, ഒരു ഉറുമ്പിനെ അന്യായമായി കൊല്ലരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതായത്. മതത്തിൽ ബലാൽക്കാരല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഉമർ ഇബ്നുൽ ഖത്താബ്, ഖലീഫ ഉമർ എന്നായിരിക്കും എല്ലാരും കേട്ടിട്ടുണ്ടാവുക. ഈ ഖലീഫ ഉമറിന്റെ ഭരണകാലഘട്ടം ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഒരു അമുസ്ലിം കുടുംബത്തിലെ വനിതയോട് ഇസ്ലാം പറഞ്ഞു. ഇതാണ് ഇസ്ലാം, ഇതനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടും ഒക്കെയല്ലേ ഏത് മതക്കാരനും പറയുന്ന കാര്യം. അത് പറഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധം. എന്താ കുറ്റബോധം? ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചു പോയോ? ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചു പോയോ? എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥന 2 കൈയും ഉയർത്തി, അല്ലാഹുവേ, ആ മുസ്ലിം സഹോദരിയെ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചുവെങ്കിൽ എനിക്ക് നീ പുറത്തു തരണമേ. ഇതാണ് സുഹൃത്തുക്കളെ ഇസ്ലാം. കാരണം വിശുദ്ധ ഖുർആനിന്റെ 3 വാചകങ്ങൾ ഞാൻ നിങ്ങളെ കൽപ്പിക്കാം. ഖുർആനിലെ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ലാ ഇക്രാഹ ഫിദ്ദീൻ. മതത്തിൽ ഒരിക്കലും നിർബന്ധം പാടില്ല. മതത്തിൽ ഒരിക്കലും നിർബന്ധം പാടില്ല. സത്യാസത്യം ഇവിടെ വേർതിരിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാടാ സത്യം, ഇത് തിന്മയാണ്. അത് കേട്ടൊരാൾക്ക് ശരീന്ന് തോന്നിയാൽ അവന്റെ മനസ്സറിഞ്ഞവൻ ഉൾക്കൊള്ളുക എന്നതല്ലാതെ അവനെ നിർബന്ധിക്കരുത് എന്നാണ് ഖുർആനിലെ ഒരു വാചകം. ഖുർആനിൽ അടുത്ത വാചകം എന്താ? 10-ാം അധ്യായം 99-ാമത്തെ വചനം, അൻത തുക്രിഹുൻ നാസ് യകൂനു മുഅ്മിനീൻ. ആളുകൾ വിശ്വാസികളാകാൻ നീ അവരെ നിർബന്ധിക്കുകയോ? പാടില്ല പ്രവാചക, പാടില്ല. ഒരു മതവിഭാഗത്തെയും മറ്റൊരു മതം സ്വീകരിക്കാൻ നിർബന്ധിക്കരുത്. ഖുർആനാ പറയുന്നത്.
വേറെ വേദഗ്രന്ഥത്തിൽ നല്ല ഞാൻ ഉദ്ധരിക്കുന്നത്. ഖുർആനിലെ 10-ാം അധ്യായം അതിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമായി ജീവിക്കുന്നത്. ഇസ്ലാമിൽ ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. ക്രിസ്തുമതത്തിന് തകരാറുമില്ല എന്ന ധാരണയിലായിരിക്കും ഫാദറും. അതെല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. സുഹൃത്തുക്കളെ, ഖുർആനിലെ മറ്റൊരു വാചകം എന്താ അറിയും? ആ വാചകം ഉദ്ധരിക്കുന്നതിന് മുമ്പ് ആ വാചക അവതരിപ്പിക്കാൻ, ദൈവം അവതരിപ്പിക്കാൻ ഒരു പശ്ചാത്തലമുണ്ടായി. അതെന്താ പശ്ചാത്തലം? അതായത് മക്കൾ ഇസ്ലാമായി, അച്ഛനും അമ്മയും പഴയ മതത്തില്. ശരിക്കും ശ്രദ്ധിക്കും, ഖുർആനാ പറയുന്നത്. അച്ഛനും അമ്മയും പഴയ മതത്തില്. അപ്പൊ മക്കൾ തീരുമാനിക്കണേ, അച്ഛൻ ഇസ്ലാമായിട്ടില്ലെങ്കിൽ, അമ്മ ഇസ്ലാമായിട്ടില്ലെങ്കിൽ ചോറ് കൊടുക്കൂല, വസ്ത്രം കൊടുക്കൂല, അതിന് ഞങ്ങൾ സംരക്ഷിക്കൂല. ഈ തീരുമാനം മനുഷ്യത്താ ആണോ? അല്ല. ആണോ? സ്വന്തം അമ്മക്കും അച്ഛനും ഭക്ഷണം കൊടുക്കൂല എന്ന് പറയും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന. ഇസ്ലാമിലോ മാതാവിന്റെ സംരക്ഷണം ലോകത്ത് മറ്റെന്തിനേക്കാളും മഹോന്നതമാണ്. അല്ലേ? ആരോടാ എനിക്ക് ഏറ്റവും വലിയ കടപ്പാട്? ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്. സ്വർണമെടൽ ഉമ്മാക്ക്, വെള്ളിമെടൽ ഉമ്മാക്ക്, വെങ്കലം ഉമ്മാക്ക്. അത് ഉമ്മാന്റെ സ്ഥാനം. അമ്മ ആദരിക്കപ്പെടേണ്ടവളാണ്, ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. പിതാരക്ഷിതി കൗമാരെ, ഭർത്തൃരക്ഷിതി യൗവനെ, പുത്രോരക്ഷിതി വാർദ്ധക്യേ, രക്ഷന്തി സ്ഥവിരേ പുത്ര നസ്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി 9-ാം അധ്യായം. പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കണം, ആ രംഗൊന്ന് ആലോചിച്ച്. ഇസ്ലാം സ്വീകരിച്ചു ചില മക്കൾ, അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചില്ല. അപ്പൊ മക്കൾ എന്താ പറയുന്നത്? അമ്മേ എനിക്ക് ചോറ് തരൂല ഇസ്ലാം ആയിട്ടില്ലെങ്കിൽ. അച്ഛാ ഇനി നിങ്ങൾക്ക് ഡ്രസ്സ് തരൂല, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കൂല. ഇത് പറഞ്ഞപ്പോ അടുത്ത വാചകമാണ് കേട്ടോ. വേറെ ചില മക്കൾ, അച്ഛനും അമ്മയും ഇസ്ലാം ആയില്ല, മക്കൾ ഇസ്ലാമായി. മക്കൾ എന്താ ചെയ്യുന്നറിയോ? എടാ നമുക്ക് നമ്മുടെ അച്ഛന് കൂടുതൽ ചോറ് കൊടുക്കാം, ചായ കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, അച്ഛനെ എല്ലാം കൊടുത്ത് പ്രകോപിച്ച് ഇസ്ലാമാക്കാം. ഇനി ശ്രദ്ധിച്ചോളി, എനിക്ക് ഈ അവസരം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, പടച്ച തമ്പുരാനെ ഞാൻ സ്തുതിക്കുന്നു. കാരണം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തിരുത്തിയാൽ അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സാഫല്യാണ്. കാരണം ഈ കേട്ട ഒരുത്തനെ തിരുത്തില്ല, ഒരുത്തനും പിന്നെ തെറ്റിദ്ധരിക്കില്ല. ഇത് നിങ്ങൾ മാത്രമല്ല അത് കേൾക്കുന്നത്. ബൈലക്സിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ആളുകൾ ഇത് കേൾക്കുന്നു. ലോകം മുഴുവൻ കേൾക്കുക ഈ പ്രസംഗം. ഇവിടെ നടന്ന എല്ലാ പ്രസംഗവും ലണ്ടനിൽ, ഫ്രാൻസിൽ, അമേരിക്കയിൽ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ഇവിടെ ഈ പ്രസംഗം ലോകം മുഴുവനും കേൾക്കുകയാണ്. ബൈലക്സ് മെസ്സഞ്ചർ തുറന്നു വെച്ച സകല മനുഷ്യരും, സകല ജാതിക്കാരും. നിങ്ങൾ ചെറിയ ലോകത്തല്ലപ്പോ, ലോക ലെവലിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ സമ്മേളനം. ചെറിയ സംഗതിയല്ല അത്, ചെറിയ സംഗതിയല്ല. അവിടെയാണ് നിങ്ങളോട് പറയുന്നത്, ശരിക്ക് ആലോചിച്ചു നോക്കൂ, ശരിക്ക് ചിന്തിച്ചു നോക്കൂ. എന്താ ശരിക്ക് ആലോചിക്കുക, ശരിക്ക് ചിന്തിക്കുക. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട പോയിന്റാ പറയുന്നത്. വേദഗ്രന്ഥത്തിൽ എന്തുണ്ട് എന്തില്ല, വേദഗ്രന്ഥം എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ല, പ്രവാചകൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ല. അതാണല്ലോ വളരെ പ്രധാനം. അവിടെയാണ് നമ്മൾ മതം പഠിക്കാത്തതിന്റെ കുഴപ്പം നേലിച്ചു നിൽക്കുന്നതും മുഴച്ചു നിൽക്കുന്നതും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അതായത് ആ സമൂഹത്തിൽ അച്ഛനും അമ്മയും ഇസ്ലാം ആകാത്തതിന്റെ പേരിൽ ഓൾക്ക് ചോറ് കൊടുക്കില്ല. ഇസ്ലാം ആക്കാൻ വേണ്ടി ചോറ് കൊടുത്തു. ആ സമയത്ത് അവതരിച്ച ഖുർആന്റെ വചനം എന്താ അറിയോ? ലൈസ അലൈക ഹുദാഹുൻ വലകിന്നല്ലാഹു യഹ്ദി മൻ യശാ വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിയൻഫുസികും. അതിന്റെ നേരെയുള്ള അർത്ഥം, എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ കേട്ടോളി. ഈ മക്കളോട് പറയാണ് ഖുർആൻ, മാർഗദർശനം ചെയ്യേണ്ടത് ദൈവമാണ്, അത് നിങ്ങളെ ഡ്യൂട്ടിയല്ല. നിങ്ങൾ അച്ഛനും അമ്മക്ക് ചോറ് കൊടുക്കൂല എന്ന് തീരുമാനിച്ചില്ലേ? അത് ശരിയല്ല, അത് മതമല്ല, അത് ദൈവം പഠിപ്പിച്ചതല്ല. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മാറൂഫാ. അച്ഛനും അമ്മയും ഏത് മതത്തിലാണെങ്കിലും, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും ആ അച്ഛനെയും അമ്മയെയും നിങ്ങൾ സംരക്ഷിക്കണം, അവരെ നോക്കണം, അവർക്ക് ചോറ് കൊടുക്കണം, ചായ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. അവർ ഇസ്ലാമാകാനല്ല, അത് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടാനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചനാഥൻ. രണ്ടാമത്തെ വാചകം എന്താ?
ഒരാളെയും ചോറ് കൊടുത്ത് ചായ കൊടുത്ത് മതത്തിൽ ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ ഇച്ഛിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ തത്വങ്ങൾ പറഞ്ഞോളൂ, ആദർശങ്ങൾ പറഞ്ഞോളൂ, അവരത് കേട്ടുകൊള്ളട്ടെ. 10 മണിക്ക് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഇവിടെ എനിക്ക് അനുവദിച്ച സമയം അതാണ്. ഇവിടെ നമ്മൾ ശരിക്കാലോചിക്കൂ. എവിടെയാ തീവ്രവാദം? എവിടെയാ മതപരിവർത്തനം? മതത്തിലില്ല, ഖുർആനിലില്ല, സുന്നത്തിലില്ല, ഇസ്ലാമിലില്ല. എനിക്കുറപ്പ്. അത് പഠിച്ചതുകൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. ലോക വേദഗ്രന്ഥങ്ങൾ മനുഷ്യരോട് പറഞ്ഞു, ദാ കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു, ഒറ്റ സമുദായം, ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ. നിങ്ങൾ ആലോചിച്ചുണ്ടോ? ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം എന്താ അത്? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സതാതാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ആവിശാവിതേമാം. ഭഗവത്ഗീത ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഹിരണ്യഗർഭൻ, സർവചരാചരങ്ങളും അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സൃഷ്ടികളെയല്ല, സൃഷ്ടാവനെയാണ് ആരാധിക്കേണ്ടത്. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാണ്, ഭാരതീയരായ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈശ്വരനെ മാത്രം നമുക്കറിയില്ല, ബാക്കി എന്തിനെ നമുക്കറിയാം. എന്നെ വല്ലാതെ ആകർഷിച്ചൊരു വാചകാണ്. ഞാൻ വളരെ ഗൗരവമായ ഒരു പോയിന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 10 മണി ഷാർപ്പ് ഇത് അവസാനിക്കും. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. എനിക്ക് ഭാര്യയുണ്ട്, നിങ്ങൾ പലർക്കുണ്ട്. ഒരു ഭാര്യ ഭർത്താവിന് 5 ദിവസം ഭക്ഷണം വെച്ചു കൊടുത്തില്ല. അതിന്റെ പേരിൽ അവനെ ഡൈവോഴ്സ് ചെയ്യൂ ഭാര്യനെ? ഒരു നല്ല ഭർത്താവാണേ? ഇല്ല. 50 ദിവസം ഭക്ഷണം വെച്ചു കൊടുത്തില്ല എന്ന് വിചാരിച്ചാലും അമ്മ ഭക്ഷണം വിളമ്പുണ്ടെങ്കിൽ ഓളോട് അതിന്റെ പേരിൽ ഓളോ ഒഴിവാക്കുവോ? ഇല്ല. 50 ദിവസം ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുത്തില്ല, അയൺ ചെയ്തു കൊടുത്തില്ല. ഭർത്താവിനൊന്നും ചെയ്തു കൊടുക്കണില്ല. കിടപ്പറയിൽ വന്നപ്പോ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അതിന്റെ പേരിലും ഭാര്യ ആരെങ്കിലും ഒഴിവാക്കുവോ? ഇല്ല. ഇനി ഞാൻ പറയുന്നത്, അമ്മമാർ, വ്യത്യസ്ത ചിന്തകളുള്ളവർ ശരിക്കും ഓർക്കണം. കോയമ്പത്തൂർ ഒരു സംഭവം ഉണ്ടായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സാറിനൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അതായത് ഒരാൾ ജോലിക്ക് പോവാണ്, ദൂരെ ലീവിൽ വരും, കുറച്ചു ദിവസം നോക്കും, വീണ്ടും തിരിച്ചു. അങ്ങനെ തിരിച്ചു പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയ ട്രെയിൻ മിസ്സായി. അയാൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ മടങ്ങാണ്. ഗർവാപ്പസി. അത് വീട്ടിലേക്ക് മടങ്ങാണ്. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോ ഒരു പരിചയമില്ലാത്തൊരു പുരുഷന്റെ ചെരുപ്പ് വാതിലൊന്നിട്ട് തുറക്കണില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ ചെന്നപ്പോ തന്റെ ഭാര്യ, താൻ ആർക്കു വേണ്ടി ജീവിച്ചുവോ, താൻ ആരെ സംരക്ഷിക്കാൻ കഷ്ടപ്പെട്ടുവോ, താൻ ആരെ വിശ്വസിച്ചുവോ, ആ ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ ശരീരം പങ്കുവെക്കുന്ന കാഴ്ച കണ്ട് ഓടിച്ചെന്ന് കിട്ടിയ ആയുധമെടുത്ത് ആഞ്ഞു വീശിയപ്പോ 10 വയസ്സുള്ള മകന്റെ ശിരസ ഛേദിക്കപ്പെട്ടത്. ഞാൻ ആത്മാർത്ഥമായി ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരോടും ക്ഷേത്രത്തിലുള്ളവരോടും എല്ലാവരോടും ചോദിക്കണം, ഭാര്യ ഭക്ഷണം വെച്ചിട്ടില്ലേ കോപിക്കാത്ത, ഭാര്യ വസ്ത്രം അലക്കിയിട്ടില്ലേ കോപിക്കാത്ത, ഭാര്യ ഭർത്താവിന് ശരീരം കൊടുത്തിട്ടില്ലെങ്കിലും കോപിക്കാത്ത ഈ ഭർത്താവ്, എന്റെ സുഹൃത്തുക്കളെ, ഈ ഭാര്യ മറ്റൊരുത്തന് മനസ്സും ശരീരവും പങ്കുവെച്ചപ്പോ കൊല്ലാൻ ശ്രമിച്ചത് എന്തുകൊണ്ട്? ഇനി ഞാൻ പറയണ നിങ്ങൾ ചിന്തിക്കണം. എന്താ ഇനി നമ്മുടെ ന്യായം? അവൾ എന്റേതാണ്, അവളുടെ ഭർത്താവ് ഞാനാണ്, അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് അവളെ സംരക്ഷിക്കുന്നത്. അവളുടെ ഏതൊരു ചെറിയ രോഗത്തിനും ഔഷധം വാങ്ങിക്കൊടുത്തത് ഞാനാണ്. ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ അവൾക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടന്നവൻ ഞാനാണ്. എന്റെ കുഞ്ഞിനെ നൊന്ത് വേദനിച്ചപ്പോൾ അവളുടെ പാതി വേദന അനുഭവിച്ചവൻ ഞാനാണ്. അവളുടെ മനസ്സും ശരീരവും എനിക്കുള്ളതാണ്. അതവൾ സമർപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയുന്ന മനുഷ്യരെ, ഈ ആകാശഭൂമി സൃഷ്ടിച്ചതാര്? സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചതാര്? അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളും സൃഷ്ടിച്ച ഈശ്വരനില്ലേ? പടച്ചോൻ, സാറ്റാൽ ദൈവം, ഹിന്ദുവിനും മുസ്ലിമിനും വായുവും വെള്ളവും നൽകിയ ആ ദൈവം, ആ ദൈവത്തെ വിട്ടിട്ട് ഇതൊന്നും തരാത്ത സൃഷ്ടിയെ ആരാധിക്കുന്നവൻ നന്ദി കെട്ടവനല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെല്ലാ മതങ്ങളും യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ഏറ്റവും പ്രഥമമായ കൽപ്പന എന്താണ്?
മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനം അത്ഭുതാവഹമാണ്. എന്റെ പ്രിയപ്പെട്ട ഫാദർ അതെല്ലാം വായിച്ചിട്ടുണ്ടാവും. എങ്കിൽ മനസ്സിരുത്തി ഒന്നുകൂടെ വായിച്ചോളൂ. എന്താ അതിലെ വാചകം? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് ന്യായവിധി നാളിൽ നിങ്ങൾ പറയും, കർത്താവേ നിന്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും ഞങ്ങൾ പ്രവർത്തിച്ചുവല്ലോ, ഭൂതപ്രേത പിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ, അന്ധന്മാരെ പല അത്ഭുതങ്ങളും ഞങ്ങൾ ചെയ്തുവല്ലോ എന്നവരെന്നോട് ആ നാളിൽ പറയുമ്പോൾ ഞാൻ പറയുമേ, നിങ്ങളെ എനിക്ക് പരിചയമില്ല, നിങ്ങൾ എന്നെ വിട്ടു പോകൂ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്. യേശുക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തു ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നെക്കാൾ വലിയവനാണ്. യോഹന്നാൻ സുവിശേഷം 42-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷത്തിൽ 43 മുതലുള്ള വചനം എന്താ? എന്നിൽ വിശ്വസിച്ചവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്റെ വാചകം സ്വീകരിക്കുന്നവൻ എന്റെ വാചകത്തെയല്ല. ഞാൻ എന്ത് സംസാരിക്കണമെന്നും എന്ത് പറയണമെന്നും എന്നെ പഠിപ്പിച്ചത് സാക്ഷാൽ പ്രപഞ്ചനാഥനാണ്. അതിനപ്പുറത്ത് പറയാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം. ലോകത്തെ മനുഷ്യർക്കെല്ലാം ഒന്നാകാം. നമ്മുടെ ഭൂമി ഒന്ന്, നമ്മുടെ വായു ഒന്ന്. ശ്രീനാരായണ ഗുരു പറഞ്ഞ, ഞാൻ ഏത് ദിക്കിലെ വായു ശ്വസിക്കണം? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അന്ധകടാഹത്തിന്റെ ജഗതീശ്വരൻ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സസി ശാശ്വതം. ഇസ്ലാമിൽ ബിംബാരാധനയില്ല. എന്നാൽ ബിംബാരാധന നടത്തുന്നവരെ ചീത്ത പറയാൻ ഇസ്ലാമിൽ അവകാശമില്ല. ഇല്ല ഇല്ല ഇല്ല. വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനി, അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ചു. ഗൗരവമായി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. പ്രതിമ തകർക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഇസ്ലാമിൽ ഒരു അക്രമമുണ്ടോ? 1400 വർഷങ്ങൾക്കിടയിൽ ലോകത്തെവിടെയെങ്കിലും പള്ളികളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് ഒരു ഈച്ചയെ കൊല്ലേണ്ടി വന്ന ചരിത്രം ഇസ്ലാമിലുണ്ടോ? BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആള് കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് പ്രതിമ പാടില്ല? ലൈറ്റ് ഓഫ് ട്രൂത്ത് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി 16 ദൂഷ്യങ്ങൾ പറഞ്ഞു. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല. യക്ഷുഷാന പശ്യതീയേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതി തം ഉപാസതി യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതി തം ഉപാസതി. ഭക്തവത്സല മാധവ, നീ കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹമല്ല മോനെ നിന്റെ ദൈവം. നിന്റെ ദൈവത്തെ നീ കണ്ടിട്ടില്ല. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയവൻ നിന്റെ ദൈവം. ഈശ്വരനെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. അല്ലേ? എന്താ മാർക്കോസിലെ, എന്താ പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം? മിസ്രിം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. ബൈബിളിലെ സബ്ഹെഡിങ് എന്താ അറിയോ? ബിംബാരാധനക്കുള്ള ശിക്ഷ. ലോകത്തെല്ലാ മതഗ്രന്ഥത്തിലും ഇതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ വർഗീയതയല്ല. നമ്മൾ ആരാധിക്കേണ്ടതാര്യാ? വളരെ ചുരുക്കം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച്, നമ്മെ സൃഷ്ടിച്ച്, സെറിബ്രവും സെറിബല്ലവും വായുവും വെള്ളവും ഒക്കെ നൽകിയൊരു സർവശക്തനില്ലേ? ആ സർവശക്തനെയാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾ ഭിന്നതാവൂ? ഒരു ജാതി, മനുഷ്യജാതി, ജാതീയതയില്ല. കർച്ചവനും വെളുത്ത്. പ്രവാചകന്റെ വാക്കെന്താ? ബിലാൽ കറുത്ത ആളായിരുന്നു, സൽമാൻ ഫാരിസി വെളുത്ത ആള്. രണ്ടാളെ ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തിട്ട് രണ്ടാളോട് കഴിക്കാൻ പറഞ്ഞു. മാനവ സമത്വത്തിന്റെ ഗീതം പാടി. ലാ ഫളിലി അറബിയിൻ അലാ അജമിയിൻ. കറുത്തവന് വെളുത്തവനേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും ഒരു പ്രത്യേകതയില്ല. ഇതാണ് മതം. ശരിക്കും മതം പഠിച്ചു നോക്കൂ. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ലോകത്തിലെ സകല വേദങ്ങളും സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയും. മരണത്തിന് ശേഷം എന്താ സംഭവിക്കുക? എത്ര അറിയാം നമുക്ക്? ഖുർആൻ കൃത്യമായി പറയുന്നു മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും. ഞാൻ പറയാം. ഈ ഫാദറും ഇവിടുന്ന് സ്വാമിജിയും സാറും എനിക്ക് സ്വാഗതം പറഞ്ഞ എന്റെ സഹോദരനും നമ്മളൊക്കെ ദൈവസന്നിധിയിലെത്തും. നമ്മളൊക്കെ എല്ലാരും
മായായിട്ടല്ല, പന്നിയായിട്ടല്ല, നായയായിട്ടല്ല, നമ്മൾ മനുഷ്യരായി. ഞാൻ ഈ പേരിൽ, ഫാദർ ഈ പേരിൽ, സാറാ പേരിൽ, നിങ്ങൾ ഇരിക്കുന്ന ഒരു കല്യാണിയാണ് കല്യാണി, മാധവിയാണ് മാധവി. എന്നിട്ട് നിങ്ങൾ പറയും, ഞാൻ പറയാം, എന്റെ ബാബുവേട്ടൻ ഇതെന്റെ അയൽവാസി മുജാഹിദ്, ഇവൻ എന്നെ ആക്രമിച്ചു എന്ന് ബാബുവേട്ടൻ ദൈവത്തോട് പറയും. അതാണ് ഇസ്ലാം പറയുന്ന പരലോകം. ലോകത്തെല്ലാ വേദങ്ങളും, മത്തായിയുടെ സുവിശേഷമൊക്കെ പരിശോധിച്ചാൽ കാണാം, നിങ്ങളുടെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ വലത്തെ കൈ കട്ട് ചെയ്തു. വികലാംഗരായി സ്വർഗത്ത് പോലാ നല്ലത്, എല്ലാ അവയവങ്ങളുടെയും സ്വർഗത്ത് പോകുന്നതിനേക്കാൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവത്ഗീതയുടെ 2ാമത്തെ വാചകം എന്താ? അർജുന, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും, അല്ലാതെ പന്നിയായി ചണ്ടാലനായി അടുത്ത ജന്മത്തിൽ ജനിക്കുന്ന വേദത്തിലില്ല. തതീഹ രമണീയാഞ്ചരനെ അഭ്യാസേ ഹയതേ രമണീയോനി എന്ന് ചന്തോക്കുപനിഷത്തിൽ പിൽക്കാലത്തുള്ളതാണ്. ശ്രീനാരായണ ഗുരു ജീവിതം മുഴുവൻ ത്യാഗം ചെയ്തെന്തിനാ? ഗാന്ധിജി ജീവിതം മുഴുവൻ ത്യാഗം ചെയ്തെന്തിനാ? ജാതീയതക്കെതിരെ ശബ്ദിക്കാൻ, മനുഷ്യരെ കൊന്നിച്ചിരിക്കാൻ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ഇസ്ലാം ഇന്ത്യയിൽ കടന്നു വന്നപ്പോ അമുസ്ലിങ്ങളുടെ മനസ്സതിലേക്ക് സ്വാധീനിച്ചു. കാരണം ഒരു ഉച്ചനീചത്വം ഉണ്ടായിരുന്നില്ല അതിൽ. ഇതാണ് ഞാൻ ഇസ്ലാമിന്റെ പ്രതിയായതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. നിങ്ങൾ ഹിന്ദു മതത്തെ കുറിച്ച് മാത്രം 5 ദിവസം പ്രസംഗിക്കുന്നതിനോട് പറഞ്ഞാൽ അഹങ്കാരം പറയല്ല, ഞാൻ നിങ്ങൾക്ക് പ്രസംഗിച്ചു. ക്രിസ്തു മതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ പ്രസംഗിച്ചു തരും നിങ്ങൾക്ക്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരാൾ കാരണം ഇവിടെ കലാപം ഉണ്ടായിരുന്നു. ഇനി ഒന്നുകൂടി പറയാം, മനുഷ്യ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? മനുഷ്യ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മതം കളഞ്ഞു കുടിക്കലല്ല. അതായത് ഞാൻ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി നിലവിൽ കൊണ്ടുവരിക, അല്ലെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഞാൻ കുരിശു വരയ്ക്കുക, അതല്ല സൗഹാർദ്ദം. ഞാൻ അള്ളാനെ മാത്രം ആരാധിക്കുമ്പോഴും മുഹമ്മദ് നബിയെ പ്രവാചകനെ അംഗീകരിക്കുമ്പോഴും ഇസ്ലാമാണ് മോക്ഷത്തിന്റെ മതം എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും, ഈ വിശ്വസിക്കുന്ന വിശ്വസിക്കാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ അതൊക്കെ ഫാദറിനില്ലേ, അതൊക്കെ നിങ്ങൾക്കില്ലേ? അത് വകവെച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുക. മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുക. അയൽവാസിക്ക് രോഗം വന്ന ആരാണ്ട് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്റെ മുമ്പിൽ ഒരു ഹൈന്ദവ സഹോദരൻ, എന്റെ താടിയോ കണ്ട ഉപരി ചിരിച്ചില്ല. ഒരുപാട് തവണ ഞാൻ ചിരിച്ച് തെറ്റിദ്ധാരണ അയാളെ കുറ്റപ്പെടുത്തില്ല. എന്റെ താടിയോ കണ്ടപ്പോ അയാൾ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ കാലിൽ ഇങ്ങനെ തോണ്ടിരിച്ചു, അല്ല ഇന്ന് രാവിലെ പോരുമ്പോ സംസാരിക്കൂല എന്ന് നോമ്പ് വിട്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ അയാൾ ചിരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തോട് അല്ല, നിങ്ങൾക്ക് അറ്റാക്ക് വന്ന എന്റെ മടിയിലാണ് വീഴുക, എനിക്ക് അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ മടിയിലാണ് വീഴുക, എന്തിനാ മസിലും പിടിച്ച് നിൽക്കുന്നത്? നമ്മൾ മനുഷ്യരല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് ക്ലിക്ക് ചെയ്തു. എങ്ങനെ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം ചായ എങ്ങനെ വന്ന പറഞ്ഞു, 2 ചായ അറിഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഒന്ന് നിൽക്കുക, ഒന്നയക്കും. ആലോചിക്കണം, ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്കൊക്കെ ഒന്നാകാം. 5 മിനിറ്റ് കൊണ്ട് തമ്മിൽ തല്ലി മരിക്കുകയും ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് ഒന്നാകാം, 5 മിനിറ്റ് കൊണ്ട് തല്ലി മരിക്കാം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈശ്വര വിശ്വാസിയാ? അവിടെ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവവിശ്വാസം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. എന്റെ ദൈവവിശ്വാസം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെയും എന്നെയും ഈ ട്രെയിനിലെ മുഴുവൻ ആളുകളെയും ഈ ലോകത്തെയും 7 ആകാശം 7 ഭൂമി സകല ജരാചരങ്ങൾ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ, സചേതന അചേതനങ്ങൾ, ലോകത്തിലെ 714 കോടി മനുഷ്യർ എന്ത് ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ ദൈവം. അത് പറയാൻ സ്വാമിജിക്ക് അവകാശമില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് പറയാൻ സ്വാമിജിക്ക് അവകാശമുണ്ട്. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതെ, നാളെ അതെ. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ പോയപ്പോ അവിടുത്തെ സ്വാമിജി പറഞ്ഞത്, ശ്രീനാരായണ ദർശനം ജയിക്കട്ടെ, അങ്ങനെ പറഞ്ഞ അവസാനിപ്പിച്ച്. അപ്പൊ ഏതൊരാൾക്കും അവരുടെ ഒരു പക്ഷമുണ്ട്, അതിനൊരു കുഴപ്പമില്ല. ഇനി ഞാൻ പറയാം നിങ്ങൾക്ക്, ചിദാനന്ദപുരി ഹിന്ദുമതം തെറ്റാണെന്ന് വിചാരിച്ചിട്ടാ സ്വാമിജി ജീവിക്കണത്? സനാതന ധർമ്മമാണ് ലോകത്തിൽ ഏറ്റവും നല്ല ധർമ്മം, വിശാലത ഉള്ളത് സനാതന ധർമ്മമാണെന്ന് വിശ്വസിച്ചിട്ടാ. അത് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എവിടെ കുഴപ്പം? ഇത് മാത്രമേ നിലക്കാൻ പാടുള്ളൂ, ബാക്കി ആരും ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഭീകരവാദം, അതാണ് വർഗീയത. എനിക്ക് ഇസ്ലാം നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാല്ലാത്ത തള്ളിക്കളയാ. ഡെയിലി 5 നേരം പല്ല് കേൾക്കണമെന്ന് പറഞ്ഞു, കുളിക്കണമെന്ന് പറഞ്ഞു, മുടി എണ്ണ തേച്ച് കഴുകണമെന്ന് പറഞ്ഞു, നരയാണ്ട തായ പുരുഷൻ തുണിയെടുക്കരുതെന്ന് പറഞ്ഞു, സ്ത്രീ അവളുടെ സൗന്ദര്യം മറച്ചു വെക്കണമെന്ന് പറഞ്ഞു, പുരുഷൻ താടി നിട്ടണമെന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ചിഹ്നമാണത്. ലിംഗച്ഛേദ ശിഖാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസം പറഞ്ഞു. മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യും, താടി നിട്ടും, അതവരുടെ പ്രത്യേകതയാണ്. ലേവ്യാ പുസ്തകത്തിൽ എന്താ? താടിയുടെ അറ്റം കട്ട് ചെയ്യാൻ തന്നെ പാടില്ല എന്ന്. എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ഇതൊന്നും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഭാഗമല്ല. എന്നെ കൂടുതൽ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, നമ്മളെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, പടച്ചതമ്പുരാൻ. വിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ നാഥനെയാ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, ഖുർആൻ എന്താ? ഞാൻ നിങ്ങളോട് ചോദിച്ച് ഗീത വാങ്ങുക, ബൈബിള് വാങ്ങുക, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം
108 ഉപനിഷത്ത് ഒന്നിച്ചിന്റെ വീട്ടിലുണ്ട്. ചതുർവേദങ്ങൾ വായിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഭഗവത്ഗീത പല ഒരു മാറ്റിമറിച്ച് വായിച്ചിട്ടുണ്ട്. മനുസ്മൃതി വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈബിളിലൂടെ ആവം വിധം കടന്നുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറെ വേദങ്ങളെ കുറിച്ച് ചെറുതായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിലും പൂർണ്ണനല്ല, നമ്മൾ ആരും പൂർണ്ണരല്ല. വമാ ഊതിതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വളരെ കുറച്ച് അറിവേ പടച്ചോ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ ദൈവം നമുക്ക് വിജ്ഞാനം വേദഗ്രന്ഥത്തിലൂടെ പകർന്നു തന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, ഇവിടെ ഇരിക്കുന്ന മക്കളോട്, അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർക്കരുത്. മക്കളെ വെട്ടിനുറുക്കരുത്. മതം അത് പഠിപ്പിച്ചിട്ടില്ല. ഭാര്യയെ ആക്രമിക്കരുത്. ആരും തമ്മിൽ തല്ലരുത്. ഏത് മതം വിശ്വസിച്ച് ജീവിക്കുമ്പോഴും എതിരാളികളാവരുത്. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അയൽപ്പക്കത്ത് കയറി ചെല്ലണം. എനിക്ക് നിങ്ങളെ പറ്റി നല്ല തെറ്റിദ്ധാരണ, നിങ്ങളെ താടിനോടൊക്കെ എനിക്ക് വെറുപ്പാണ്, നിങ്ങൾ അതൊന്ന് വിസ്തീരിച്ചില്ല, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കണത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നോക്ക്, ശ്രീനാരായണ ഗുരു, അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ താടി എത്ര നീട്ടമുണ്ട്, ഗുരു നിത്യചൈതന്യയുടെ താടി എത്ര ഉണ്ടായിരുന്നു, രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി എത്ര ഉണ്ടായിരുന്നു, അതിനോട് ആർക്കും വെറുപ്പുണ്ടോ? നമ്മുടെ മനസ്സാണ് കേടുവന്നത്. നമ്മുടെ മനസ്സ് നന്നാക്കുക. നമ്മുടെ മനസ്സ് നന്നായാൽ ലോകം നന്നായി. ഈ ക്ഷേത്രത്തിലെ എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും ഈ വിഷയങ്ങളെല്ലാം പറയാൻ സൗഭാഗ്യം എന്ന പടച്ചതമ്പുരാനെ ആവുന്ന അത്ര മുക്തകണ്ഠം സ്തുതിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എന്റെ പ്രസംഗത്തെ സാഗൂതം കേട്ട നിങ്ങളോടെല്ലാമുള്ള കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടും ഇതിനുവേണ്ടി അധ്വാനിച്ച മുഴുവൻ ആളുകളെയും പ്രശംസിച്ചുകൊണ്ടും ഇനിയും നമുക്ക് വീണ്ടും കാണാനും ഒന്നിക്കാനും ആധ്യാത്മികത പറയാനും ഇല്ല. ഇനി നമ്മൾ മദ്യപിക്കില്ല, ഇനി നമ്മൾ വ്യഭിചരിക്കില്ല, ഇനി നമ്മൾ പലിശക്ക് കൊടുക്കില്ല, ഇനി അമ്മയെ മർദ്ദിക്കില്ല, ഉമ്മയെ മർദ്ദിക്കില്ല, ഒരു മതത്തിന്റെ പേരിലും തല്ലുകൂടില്ല. ഇന്നത്തെ രാത്രി നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി ഞങ്ങൾ മതം പഠിക്കും, ഞങ്ങൾ ഒന്നാകും, ഞങ്ങളിൽ ശത്രുതയില്ല, ഭാരതീയർ ഒന്നാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഒരു ദൈവത്തിന്റെ അടിമകളാണ്, ഞങ്ങൾ ഒരേ ആദർശം സ്വീകരിക്കേണ്ടവരാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുകയും ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദീർഘമായ സമയം എനിക്ക്, സമാപനം എനിക്ക് തന്നതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇതെല്ലാം നിയന്ത്രിക്കുന്ന പടച്ചവനെ ഇനിയും ഒരുപാട് അവസരങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒന്നിച്ച് ജീവിക്കാം. സ്നേഹത്തിൽ ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, സ്നേഹിക്ക് ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് വിട പറയാം. നമുക്ക് വീണ്ടും കാണാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.